ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ആശമാരുടെ സമരം ഇന്നേക്ക് 40ാം ദിവസമാണ്. പട്ടിണി സമരം 2ാം ദിവസവും. ഡൽഹിയിൽ നിന്നും മടങ്ങിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് നഡ്ഡയെ കാണാൻ എപ്പോൾ അനുമതി തേടിയെന്ന ചർച്ചയും വിവാദവും കത്തുമ്പോൾ അയച്ച കത്ത് ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിരിക്കുന്നു ആരോഗ്യമന്ത്രി. ഇപ്പോഴറിയുന്നു നഡ്ഡ വീണയെ അടുത്തയാഴ്ച കാണുമെന്ന്. ഇവിടെ സഭയിലും ആശാസമരം കത്തുമ്പോൾ ആശമാരുടെ സമരത്തെ ശാഠ്യസമരമാക്കുന്നു മന്ത്രി എം ബി രാജേഷ്. ഒരു വശത്ത് ആരോഗ്യമന്ത്രിയുടെ ബ്രാൻഡഡ് ബാഗിന്റെ വിലയിൽ ചർച്ച നടക്കുമ്പോൾ മറുവശത്ത് ആശമാരുടെ പട്ടിണി സമരത്തിന് പുതിയൊരു പേര് വന്നിരിക്കുന്നു: മഴവിൽ സഖ്യത്തിന്റെ സമരം. അതായത് സ്വന്തമായ നിലപാടോ അഭിപ്രായമോ ഇല്ലാത്ത എന്ന് തോന്നുന്ന വിധം ആശാവർക്കർമാരെ ഉപയോഗിച്ച് എന്ന പ്രയോഗമാണ് പാർട്ടി സെക്രട്ടറി ഉപയോഗിച്ചിരിക്കുന്നത്. SUCയെയും SDP-യും ജമാഅത്തെ ഇസ്ലാമിയും BJPയും UDF-ഉം നടത്തുന്ന ഒരു പ്രത്യേകതരം സമരം. CPM-ന്റെ സ്ഥിരം ടെംപ്ലേറ്റ് ആണ് ഇത്. ആരുടെ ശാഠ്യം എന്നതാണ് ചോദ്യം. ചർച്ചയിൽ ആശാ വർക്കർ സമരസമിതി നേതാവ് S. മിനി, ശോഭ ആശാ വർക്കർ സമരസമിതി അംഗം അല്പസമയത്തിനകം നമ്മോടൊപ്പം ചർച്ചയിൽ. M. ജയചന്ദ്രനാണ് ഇടത് നിരീക്ഷകനായുള്ളത്. പ്രിൻറ്റു മഹാദേവ് BJPയിൽ നിന്നും, ദാമോദർ പ്രസാദ് രാഷ്ട്രീയ നിരീക്ഷകനായി. ആദ്യം മിനിയിലേക്കാണ്. മിനി, നിങ്ങളുടെ സമരം ആശമാരെ ഉപയോഗിച്ചുള്ള സമരം എന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. അതൊരു പ്രത്യേകതരം കോമ്പിനേഷനാണ്. ജമാഅത്തെ ഇസ്ലാമിയും SDP-യും BJPയും ഒക്കെ തന്നെ കൈകോർക്കുന്ന ഒരു പ്രത്യേകതരം മഴവിൽ സഖ്യം. ഈ പ്രയോഗത്തെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ വിമർശനത്തിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? അദ്ദേഹം അത് പറയട്ടെ. സഖ്യം ഞങ്ങൾ കഴിഞ്ഞ ജനുവരി 25-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ വലിയൊരു മാർച്ച് നടത്തിക്കൊണ്ടാണ്, അതായത് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങളൊരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. ആ മാർച്ചിൽ വെച്ചുകൊണ്ടാണ് ബജറ്റ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം, ബജറ്റിൽ പരിഗണിക്കുന്നില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം മുതൽ അനിശ്ചിതകാല രാപ്പകൽ സമരം എന്ന് പ്രഖ്യാപിക്കുന്നത് അന്നാണ്. അപ്പോൾ ഇത് പൊടുന്നനെ ഉണ്ടായതല്ല. ഞങ്ങൾ ഈ സമരവുമായിട്ട് ഇറങ്ങുമ്പോൾ ഒരു സഖ്യവും ഉണ്ടായിരുന്നില്ല, അതിപ്പോഴുമില്ല. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന സങ്കുചിത കക്ഷി രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് ഉള്ളൊരു സ്വതന്ത്ര സംഘടനയാണിത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മറ്റേതെങ്കിലും ഒരു ട്രേഡ് യൂണിയനായിട്ട് നിലവിലിത് അഫിലിയേറ്റ് ചെയ്തിട്ടുമില്ല. തികച്ചും സ്വതന്ത്രമാണ്. പക്ഷേ ഇപ്പോൾ 40 ദിവസം പിന്നിടുമ്പോൾ വളരെ വിചിത്രമായ പേരുകളൊക്കെ പറയുന്നു. എനിക്കറിയില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഇവിടെ സമരം ചെയ്യുമ്പോൾ സമരത്തെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ മനുഷ്യസ്നേഹികളും ഇവിടേക്ക് വരുന്നുണ്ട്. അതിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കലാരംഗത്തുള്ള ആളുകൾ, വ്യക്തികൾ തുടങ്ങി വിദ്യാർത്ഥികൾ വരെ ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് വരുന്നുണ്ട്. അവരൊക്കെ ചേർത്താണ് ഈ സഖ്യമെന്ന് പറയുന്നതെങ്കിൽ കൊള്ളാം, നല്ല പദപ്രയോഗമാണ്, ഇരുന്നോട്ടെ. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. അല്ല, BMS ആണ് യഥാർത്ഥത്തിൽ വേഷം മാറി SUC ആയി വരുന്നത്. BMS തന്നെയാണ് SUC ആയി വരുന്നത് എന്നൊരു വിമർശനം കൂടി നിങ്ങൾക്കെതിരെയുണ്ട്. ഈ സമരത്തിൽ BMS ഭാഗമാണോ മിനി? ഞങ്ങളിവിടെ കണ്ടിട്ടില്ല അങ്ങനെ ആരെയും തന്നെ. അറിയില്ല എന്താണ് ഇവരാരെയാണ് അങ്ങനെ ഒരു വേഷം കെട്ടി വിട്ടിരിക്കുന്നതെന്ന് അറിയില്ല. ഞങ്ങൾക്ക് വേഷം മാറേണ്ട ആവശ്യമില്ല. ഞങ്ങൾ വളരെ ഞങ്ങൾ ഈ 40 ദിവസം സ്ത്രീകൾ തെരുവിലിരിക്കുന്നത് ഞാൻ ചോദിക്കുകയാണ്, ഇവർക്ക് ആർക്കും പറ്റും അങ്ങനെ ഇരിക്കാൻ? നമ്മൾ എത്ര സമരങ്ങൾ കണ്ട സ്ഥലമാണ് ഈ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. എത്ര ദിവസം ഇരിക്കും? 3ൻ്റെ എന്തെങ്കിലും ഒരു ന്യായം കണ്ടെത്തി തടിതപ്പിപ്പോകുന്ന ആളുകൾ എന്തിനാ? ഈ CI2 ഇവിടെ DHSൻ്റെ മുന്നിൽ 2 ദിവസം സമരം നടത്തി. ഫെബ്രുവരി 6, 7 രണ്ടാമത്തെ ദിവസം എന്താ പറഞ്ഞത്? അപ്പോൾ അന്ന് ചർച്ചയ്ക്ക് വിളിക്കാൻ പറ്റും. 2ാമത്തെ ദിവസം അവർ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? ഒരു OTPയുടെ ഒരു എന്താണ് ഫീൽഡിൽ പ്രവർത്തനം നടത്തുമ്പോൾ ഒരു OTP ആവശ്യമുണ്ട്. ശൈലി ആപ്പ് ചെയ്യുമ്പോൾ ഒരു OTP ആവശ്യമുണ്ട്. അത് നേടിക്കഴിഞ്ഞു, അത് ഒഴിവാക്കി കൊടുത്തു എന്ന് പറഞ്ഞ് പോയ ആളുകളല്ലേ? ചോദിച്ചു നോക്കൂ ആശാ വർക്കർമാരോട്. ഇപ്പോഴും ആ സർവേ നടത്തണമെങ്കിൽ OTP ആവശ്യമാണ്. അപ്പോൾ എന്ത് പറഞ്ഞിട്ട് ഇവർ പോയത്? അപ്പോൾ ഇവർ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇവർ ചില സമരങ്ങളെന്ന പേരിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നു, എന്നിട്ട് കണ്ണിൽ പൊടിയിട്ട് അവർ തിരിച്ചു പോകുന്നു. പക്ഷെ അങ്ങനെ വന്ന ആളുകളല്ല ഇപ്പോൾ ഈ 40 ദിവസമായി ഈ തെരുവിലിരിക്കുന്നത്. വളരെ കൃത്യമായ ബോധ്യപ്പെടലുണ്ട്, കൃത്യമായ ഡിമാൻഡുണ്ട്, വളരെ ഇച്ഛാശക്തിയോടുകൂടിയാണ്. നിങ്ങൾ നോക്കൂ, സമരപ്പന്തലിലേക്ക് ധാരാളം ജീവിത പ്രാരാബ്ദങ്ങളുള്ള സ്ത്രീകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് ഈ സ്ത്രീകളെ നോക്കി, ഇത്രയും ധൈര്യശാലികളായ സ്ത്രീകൾ, ഇച്ഛാശക്തിയുള്ള സ്ത്രീകൾ, സ്ഥിരബോധമുള്ള സ്ത്രീകൾ, അങ്ങനെ പറയേണ്ടി വരും. കാരണം മാറ്റി മാറ്റി പറയുന്ന സ്ത്രീകളല്ല. അങ്ങനെയുള്ള ആളുകൾ, ഫീൽഡ് പ്രവർത്തനത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഇവിടെ വന്ന ആശാ വർക്കർമാർ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ നോക്കി പരിഹസിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഞാൻ ചോദിക്കുകയാണ്, സ്ത്രീകളെ അപമാനിച്ചു. ഞങ്ങൾ വനിതാ കമ്മീഷന് ഒരു പരാതി കൊടുത്തിട്ട് 2 ആഴ്ച കഴിഞ്ഞു സ്മൃതി. ഇന്നേ വരെ ഒരു ഫോൺ കോളിലൂടെ പോലും നമ്മുടെ പരാതി സ്വീകരിച്ച ശേഷം എന്തെങ്കിലും ഒരു അന്വേഷണം, ഒരു നടപടി ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ഈ വനിതാ കമ്മീഷനെ ഇരുത്തിയിരിക്കുന്ന ആരാണ്? എന്തിനാണ് ഈ കമ്മീഷൻ? ഞങ്ങളെ ഇവിടെ കേന്ദ്രമന്ത്രിയായ ശ്രീ സുരേഷ് ഗോപി ഈ സമരപ്പന്തലിൽ വരികയും പെരുമഴയെ തോർക്കണം,
രാത്രി 1 മണിക്ക് തുടങ്ങിയ മഴ, ആ മഴയെ പ്രതിരോധിക്കാൻ ഞങ്ങളൊരു ടാർപോളിൻ ഷീറ്റ് കയ്യിലെടുത്തപ്പോൾ പോലീസ് വന്ന് ബലപ്രയോഗത്തിലൂടെ അത് നിർബന്ധമായും അത് മാറ്റണം, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് നീക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പെരുമഴയത്ത് നിർത്തുകയുണ്ടായി. രാവിലെ 11:30 മണിക്ക്, ഓർക്കണം, രാത്രി 1 മണി മുതൽ 11:30 മണി വരെ സമയമുണ്ടായിരുന്നു. ഈ ഭരണ സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ തണലിലുള്ള ഒരാളും ഞങ്ങൾ സന്ദർശിച്ചില്ല. 11:30 മണിക്ക് ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തുമ്പോൾ ഒരു സംഘം സ്ത്രീകളും പെരുമഴയത്ത് നനഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് മഴക്കോട്ടുണ്ടോ, കുടയുണ്ടോ? ഞങ്ങളുടെ പരിമിതമായ കാര്യങ്ങളുണ്ട്. അദ്ദേഹം പോയി കുട വാങ്ങിക്കൊണ്ട് തന്നു. ഞങ്ങൾ ആര് കുട കൊണ്ട് തന്നാലും സ്വീകരിക്കും. ഞങ്ങൾക്കെന്താ വിവേചനം? ഞങ്ങൾക്കങ്ങനെ വിവേചനമില്ല. അദ്ദേഹം വന്നതൊരു കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഒരു മനുഷ്യ സ്നേഹിയായിട്ട് ഇവിടെ വന്നു. അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്. നമ്മുടെ സ്ത്രീകൾ വളരെ സന്തോഷം പ്രകടിപ്പിച്ചു. എന്താണ് അതിന് കുഴപ്പം? അപ്പോൾ സമരക്കാർക്ക് കുഴപ്പമുണ്ടെന്ന് വരുത്തി തീർക്കുന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? മുതിർന്ന അവരുടെ നേതാവെന്ന് പറഞ്ഞ് അവർ കൊണ്ടു നടക്കുന്ന ആൾ പറയുന്നു. എന്നെ സംബന്ധിച്ച് അങ്ങനെ തോന്നില്ല, കാരണം അങ്ങനെ അദ്ദേഹം പറയില്ല. അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നു, കുടയുടെ കൂടെ എന്ത് തന്നു? എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ അശ്ലീല പരാമർശം, അതിനു മുമ്പ് നടത്തിയ എല്ലാ പരിഹാസങ്ങളെയും ആക്ഷേപങ്ങളെയും ഞങ്ങൾ പുച്ഛിച്ചു തള്ളി. പക്ഷേ ഇത് കേരളത്തിലെ സ്ത്രീകളെ മുഴുവൻ അപമാനിച്ചു എന്നുള്ളതുകൊണ്ട് ഞങ്ങളുടെ സമരപ്പന്തലുണ്ടായിരുന്ന മുഴുവൻ ആശാവർക്കർമാർ പറഞ്ഞു, ഇത് വെറുതെ വിടരുത്, പരാതിയായി പോകണം. അതുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുത്തു വനിതാ കമ്മീഷന്. എന്ത് ഫലമുണ്ടായി? ഇന്നേ വരെ, ഈ നിമിഷം വരെ ഉണ്ടായില്ല. നമ്മൾ കാണുകയല്ലേ, ഞങ്ങളുടെയും കൂടെ നികുതിപ്പണം കൊണ്ടല്ലേ വനിതാ കമ്മീഷൻ ഇരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു കമ്മീഷൻ? അപ്പോൾ ഇതാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ, നിർദ്ദേശങ്ങൾ. ഞങ്ങൾ എങ്ങനെയാണ് ഈ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങേണ്ടുന്നത്? മിനി, സർക്കാരിന്റെ ആത്മാർത്ഥതയെ സംശയിക്കരുത്. ജെ പി നഡ്ഡയെ കാണാൻ ആരോഗ്യമന്ത്രി പോയതിനെ കുറിച്ച് മന്ത്രി വിശദീകരിച്ചല്ലോ. ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ എന്നാണ് ഈ ആവശ്യം ഉന്നയിച്ചത്, നിവേദനം നൽകിയത്, കാണാൻ അപ്പോയിൻമെന്റ് എടുക്കാൻ നിവേദനം നൽകിയത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ആരോഗ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ നൽകിയിരിക്കുന്നത്, വിവരം നൽകിയിരിക്കുന്നത്. ഒരു സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കീഴിൽ പണിയെടുക്കുന്ന ആളുകൾ ഒരു ആവലാതിയായിട്ട് വരുമ്പോൾ അത് പരിഹരിക്കുവാൻ ഒരു നടപടി എടുക്കാതിരിക്കുകയും എന്നിട്ട് കേന്ദ്രത്തിൽ ചെന്ന് നടപടി എടുക്കുന്നാൽ എന്താണ്? കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കൊണ്ട് ഞങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് അഭ്യർത്ഥിക്കാനാണോ? എനിക്ക് സംശയമുണ്ട്. കാരണം NHM ഡയറക്ടർ 2 തവണ ചർച്ചയ്ക്ക് വിളിച്ചു. 2 തവണയും പറഞ്ഞ് നിങ്ങൾ സമരം അവസാനിപ്പിച്ച് പോകണം. ആരോഗ്യമന്ത്രി 2 തവണ ചർച്ചയ്ക്ക് വിളിച്ചു. 2 തവണയും പറഞ്ഞ് നിങ്ങൾ സമരത്തിൽ നിന്ന് പിരിഞ്ഞു പോകണം. ഇത് പറയാനാണോ ഇനി കേന്ദ്രത്തിൽ പോയത്? എനിക്കറിയില്ല. എന്താണെങ്കിലും ശരി തന്നെ, കേന്ദ്രത്തിൽ പോകുന്നതും പണം വാങ്ങുന്നതും ഞങ്ങളുടെ അജണ്ടയല്ല. പണിയെടുക്കുന്ന ആളുകൾ പോയി കൂലി വാങ്ങേണ്ടത് എവിടെ നിന്നാണ്? ആരാണോ നിയമിച്ചത്? ഈ ആശാവർക്കർമാരെ നിയമിച്ചിരിക്കുന്നത് ഈ സംസ്ഥാനത്തിന് കീഴിലുള്ള സംവിധാനമാണ്. അല്ലാതെ കേന്ദ്രത്തിൽ നിന്നും ഉദ്യോഗസ്ഥർ വന്ന് ഇവിടെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്ത് കണ്ടെത്തിയതല്ല. പക്ഷേ ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് പറയുന്നത്. മിനി, കേന്ദ്രത്തിനോട് നിങ്ങൾക്ക് ഒരു പരാതിയുമില്ലേ എന്ന ചോദ്യമുണ്ട്. അതിനകത്ത് തർക്കമില്ല. പക്ഷേ ഞങ്ങൾ ആവർത്തിച്ച് പറയല്ലേ, ഞങ്ങൾക്ക് പരാതിയുണ്ട്, വിമർശനമുണ്ട്. ഞങ്ങളുടെ മുന്നിലേക്ക് പിന്തുണയുമായി വന്ന കേന്ദ്ര നേതാക്കളോട്, കേന്ദ്രമന്ത്രിയോട് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ കേന്ദ്രമന്ത്രി അവിടെ പോയി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് സംസാരിക്കുകയും അദ്ദേഹം എന്താ പറഞ്ഞത്? ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം എന്നൊരു വാക്ക് പറഞ്ഞു. ഞങ്ങൾ അടുത്തവണ അദ്ദേഹം സന്ദർശനം പറഞ്ഞു. കേന്ദ്ര ആരോഗ്യമന്ത്രി അല്ല, നമ്മുടെ കേരളത്തിലെ കേന്ദ്രമന്ത്രി വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ വാക്കുകൾ മാത്രം പോരാ, ഞങ്ങൾക്ക് ഉത്തരവ് വേണം. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇനി ഇതിലപ്പുറം ചെയ്യണം. ആശാവർക്കർമാർ ഇവിടെ നിന്ന് ഡൽഹി പോകണോ, പോയി JP നദ്ദയെ കാണണോ? അതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. ഞങ്ങൾക്ക് ഈ തലസ്ഥാനത്ത് വന്നിരിക്കാൻ തന്നെ എത്ര പാടുപെടുന്നുണ്ടെന്നറിയാമോ? എല്ലാ വീട്ടിലും ആളുകൾ കയറി ഇറങ്ങുക, CI2 നേതാക്കന്മാർ കയറി ഇറങ്ങി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ആളെ എടുക്കുമെന്ന് പറയുകയാണ്. ഈ തുച്ഛം വേതനം, വല്ലപ്പോഴും കിട്ടുന്ന തുച്ഛം വേതനം വാങ്ങുന്ന സ്ത്രീകളുടെ പണി കളയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വരാതിരിക്കാൻ ഈ പാർട്ടി സംവിധാനം ഒന്നടങ്കം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എവിടെ പോകണമെന്നാണ്? ഡൽഹി പോകണമെന്നാണ് ഇവർ പറയുന്നത്. ഞങ്ങൾ അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്, ഇത് സംസ്ഥാന സർക്കാരിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓണറേറിയം എല്ലാ സംസ്ഥാനങ്ങളിലും അത് നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. റിട്ടയർമെൻറ്റ് ആനുകൂല്യം നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. അവരുടെ മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളും ചെയ്യേണ്ടുന്നത് സംസ്ഥാന സർക്കാരിന്. ഞങ്ങൾക്കൊരു അവ്യക്തതയുമില്ല. ഈ അവ്യക്തത ഇല്ലാത്ത ഇത്രയും അധികം സ്ത്രീകളെ കണ്ട് വിറളി പൂണ്ടിട്ടായിരിക്കണം ഇതുപോലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത്. അതല്ലെങ്കിൽ അങ്ങനെയാകാൻ തരമില്ല. ശരി, ശ്രീ ജയേന്ദ്രൻ, ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറി വാർത്താ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് സമരം നടത്താനുള്ള ജനാധിപത്യ അവകാശം ആശമാർക്കുണ്ട്, അതിനോട് നിഷേധാത്മക സമീപനമില്ല.
പക്ഷെ അവരുടെ ലക്ഷ്യം എന്താണ് എന്നതിൽ കൃത്യമായ ധാരണയുണ്ട്. ആ ലക്ഷ്യമെന്നുള്ളത് ഇടത് വിരുദ്ധമാണ്. ഇടത് വിരുദ്ധ ലക്ഷ്യം, ഇടത് സർക്കാരിന് എതിരായ ലക്ഷ്യം ഇതാണ്. അപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ഒരു പ്രത്യേക കോമ്പിനേഷനിൽ നടത്തുന്ന സമരം, അത് പറഞ്ഞല്ലോ മഴവിൽ സഖ്യം, അതിൽ SDPയും ജമാഅത്തെ ഇസ്ലാമിയും BJPയും ഒക്കെ കൈകോർക്കുന്നു എന്നുകൂടിയാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. എന്തുകൊണ്ടാണ് ഇടത് സർക്കാരിനെതിരായ സമരങ്ങളെല്ലാം ഒരു പ്രത്യേക രൂപത്തിൽ പാർട്ടി സെക്രട്ടറിയും പാർട്ടിയും കാണുന്നത്? സർക്കാരും ഇപ്പോൾ ആ രൂപത്തിലാണ് അതിനെ കാണുന്നത്. ഈ ആശാസമരം ഒരു അനാവശ്യ സമരമായി താങ്കൾ കാണുന്നുണ്ടോ? സമരങ്ങൾ ഒരു സമരവും അനാവശ്യമായി കാണേണ്ടതില്ല. ഞാൻ അങ്ങനെ കാണുന്നയാളുമല്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം മറ്റൊന്നാണ്. ഇവിടുത്തെ പ്രശ്നം സ്മൃതി അടിസ്ഥാനപരമായി ഇവരിപ്പോൾ ഉന്നയിക്കുന്ന ആവശ്യം, പ്രധാനമായി ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് 700 രൂപ മിനിമം വേജ് കിട്ടണം. 62 വയസ്സിൽ പെൻഷൻ ആകുമ്പോൾ 5 ലക്ഷം രൂപ പിരിഞ്ഞു പോകുന്നതിന് നൽകണം. പിന്നീട് പെൻഷനും കൊടുക്കണം. ഈ 3 ആവശ്യങ്ങളാണ് പ്രധാനമായിട്ടും തങ്ങളുടേത് എന്നാണ് ഇന്നലെയും ഇന്നുമൊക്കെ അവർ ആവർത്തിച്ച് പല ചാനലുകളിലും പറയുന്നത് ഞാൻ കേട്ടത്. ഇവിടിപ്പോൾ ശ്രീമതി മിനി അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഞാൻ കേട്ടത് നേരത്തെ മറ്റു ചാനലുകളൊക്കെ അങ്ങനെ ആയിരുന്നു, മറ്റു പലരും പറഞ്ഞു കേട്ടത്. അപ്പോൾ അതാണല്ലോ പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യം എന്നുള്ളിടത്താണ് ഈ ചർച്ച, താങ്കളുടെ ചോദ്യത്തിന്റെ പ്രസക്തി വരുന്നത്. ഇത് ന്യായമാണോ അന്യായമാണോ ഞാൻ ധരിക്കുന്നുണ്ടോ? ഇത് ന്യായം തന്നെയാണ്, ഇവരുടെ അവകാശം എന്ന് തന്നെ ഞാൻ കരുതുന്നു. പക്ഷേ ഈ 700 രൂപ മിനിമം വേജ് കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള തൊഴിൽ സ്വഭാവമാണോ ഇവരുടെ ജോലിയുടേത് എന്നുള്ളതാണ് പ്രാഥമികമായ ചോദ്യം വരുന്നത്. അല്ലെന്ന് അവർക്ക് തന്നെ അറിയാം. സന്നദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പ്രതിഫലേച്ഛ കൂടാതെ ചെയ്യുന്ന സേവനത്തിനാണല്ലോ സന്നദ്ധ പ്രവർത്തനം, വോളണ്ടിയറിംഗ് എന്ന് പറയുന്നത്. അത് അവരുടെ ജോലിയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള അടിസ്ഥാന സ്വഭാവമാണ്. അപ്പോൾ വളണ്ടിയർമാരായി നിൽക്കുന്ന ഒരാള് പ്രതിഫലേച്ഛ കൂടാതെ സേവിച്ചോളാം എന്ന് ഉള്ള ഉറപ്പിലാണ് ആ ജോലിയിൽ നിൽക്കുന്നത്. അത് മാറണം എന്നുള്ളത് അവരുടെ അവകാശമാണ്. ഒരു തെറ്റും ഞാനതിൽ കാണുന്നുമില്ല. പക്ഷെ അത് ചെയ്യേണ്ടതാര് എന്നുള്ളത് മാത്രമേ തർക്കമുള്ളൂ. സംസ്ഥാന സർക്കാർ ചെയ്യണമെന്നാണ് അവരിപ്പോഴും പറയുന്നത്. ഞാൻ അങ്ങനെ സംസ്ഥാന സർക്കാരിന് ചെയ്യാനേ കഴിയില്ല എന്ന് പറയുന്നയാളാണ് ഞാൻ. ശരി, താങ്കൾ ഈ പറഞ്ഞതിൽ ഓണറേറിയം എന്ന് പറയാതിരിക്കാൻ ശ്രദ്ധിച്ച കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓണറേറിയം വർധനയാണ് അവർ ആവശ്യപ്പെടുന്നത്. 21,000 രൂപ ഓണറേറിയം ആക്കുക. അതോടൊപ്പം തന്നെ വിരമിക്കുമ്പോൾ 5 ലക്ഷം ഇതിവരുടെ പ്രധാന ആവശ്യമായിരുന്നു. മാനദണ്ഡങ്ങൾ മാറ്റുക, 10 മാനദണ്ഡങ്ങൾ ഒഴിവാക്കുക. ഈ 3 ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വച്ചിരുന്നത്. ഈ ഓണറേറിയം എന്നുള്ള സംസ്ഥാന സർക്കാർ തരേണ്ടതാണ്. ഇതിപ്പോൾ കേന്ദ്രത്തോടാണ് ചോദിക്കേണ്ടത്. നിങ്ങളെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് കേന്ദ്രമാണ് എന്ന് ആവർത്തിച്ചുള്ള വാദം പറയുമ്പോൾ അതല്ല അവരുടെ ഇപ്പോഴത്തെ ആവശ്യം. അവരെ തൊഴിലാളിയായി അംഗീകരിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഓണറേറിയം കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. ഇതേ ആവശ്യം ഉന്നയിച്ച് ഹരിയാനയിലും പശ്ചിമ ബംഗാളിലും CITU തന്നെ സമരം നടത്തിയിട്ടുണ്ട്. അവിടെ നടത്തുന്ന സംസ്ഥാന സർക്കാരുകൾക്കെതിരായ സമരം ന്യായമാവുകയും ഇവിടെ എത്തുമ്പോൾ അത് അന്യായമാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ് ശ്രീജയേന്ദ്രൻ? അല്ല, അങ്ങനെയല്ലല്ലോ. താങ്കൾ ഈ പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും പഠിച്ചിട്ടുണ്ടാവുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇന്ന് VD സതീശൻ നിയമസഭയിൽ പറഞ്ഞ എന്താണ്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ഇത്തരം കാര്യങ്ങൾ തുലനം ചെയ്യേണ്ടതില്ല, ഇവിടുത്തെ കാര്യം പറയൂ എന്നാണ് MP രാജേഷിനോട് പറഞ്ഞത്. MP രാജേഷിന്റെ മറുപടി എഴുന്നേറ്റെന്നാണ് ഇടയ്ക്ക് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പറയുന്നുണ്ട്. വേണ്ട, തുലനം ചെയ്യേണ്ടതില്ല, ഇവിടുത്തെ മാത്രം എടുത്താൽ മതി. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഓണറേറിയം എന്ന് പറയാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു എന്ന്. അങ്ങനെയല്ല. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് 700 രൂപ മിനിമം വേജ് ആണ്. അതാണ് അടിസ്ഥാന പ്രശ്നമായിട്ട് അവർ തന്നെ പറയുന്നത്. ഞാനല്ലല്ലോ, നമ്മളാരും അല്ലല്ലോ ഇതിന്റെ ഡിമാൻഡൊന്നും ഉന്നയിക്കുന്നത്. അവരുടെ ഡിമാൻഡിൽ ഓണറേറിയം മാത്രമാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ അങ്ങനെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കണം. അതല്ല 700 രൂപയാണ് ഞങ്ങളുടെ ആവശ്യം, ഒരു മാസം 21,000 രൂപ ബേസിക് മിനിമം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ ശ്രമിക്കണം. അത് അവർ തീരുമാനിക്കേണ്ട വിഷയമാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇവിടെ എളമരം കരീം MLA ആയിരിക്കുമ്പോൾ നിയമസഭയിൽ എന്തിനാണ് 10,000 രൂപയാക്കി ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്? അല്ല, ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് നിങ്ങളൊരു പ്രശ്നത്തിനെയാണ് ഇവിടെ ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ പ്രശ്നം തന്നെയാണ് ശ്രീജയേന്ദ്രൻ. ഒരു പ്രത്യേക സർക്കാർ ഭരിക്കുമ്പോൾ ആ പ്രശ്നമല്ലാതാകുകയും അല്ലാത്ത സമയത്തൊക്കെ അത് വലിയ പ്രശ്നമാകുകയും ചെയ്യുന്നതുകൊണ്ടാണ് അത് അങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ പ്രശ്നത്തിന് അതിന്റെ സമഗ്രതയിൽ കാണണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ പറയുമ്പോൾ എന്താണ് പറയേണ്ടി വരുന്നത് സ്മൃതി? അടിസ്ഥാനപരമായി ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ, ഒരുപാട് സമയം നീട്ടിക്കൊണ്ടുപോകാൻ എല്ലാവർക്കും ചർച്ച ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചുരുക്കി പറയുന്നത്.
ഇത് വോളണ്ടിയർ എന്നുള്ളത് അതിന്റെ അടിസ്ഥാന സ്വഭാവമായിട്ട് നിൽക്കുകയാണ് ജോലിയുടെ. ഇതൊക്കെ നമ്മൾ എത്ര തവണ ചർച്ച ചെയ്തു ശ്രീജയേന്ദ്രൻ. ഈ വോളണ്ടിയർ അല്ല, അവരുടെ ഇഷ്ടത്തിന് സ്വേച്ഛയാ ചെയ്യുന്ന, നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ചെയ്യുന്ന സേവനം എന്നതിലൊക്കെ മാറിയില്ലേ? അത് അതിന്റെ സ്വഭാവം കോവിഡിന് ശേഷം മാറിയില്ലേ ശ്രീജയേന്ദ്രൻ? അവരെ സംബന്ധിച്ചപ്പോൾ ജോലി ഭാരമുണ്ട്. ഞാൻ എന്റെ അഭിപ്രായം സ്മൃതി, ഞാൻ എൻ്റെ അഭിപ്രായം പൂർത്തിയാക്കിക്കോട്ടെ. നിങ്ങൾ അതിനെ അനുവദിക്കാതെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ഇതിനകത്ത് പറയാനുണ്ട്. അത് പിന്നെ ഈ സമരസമിതി നേതാക്കളോ അവരെ അവർ വിമർശിക്കുന്നവരെ കാണാത്തൊരു വിഷയം പറയാനാണ് പിന്നെ ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് എന്ന ഒരു വിഭാഗമുണ്ട്, JPHN എന്ന് പറയുന്നത്. ഈ JPHNമാരുടെ സഹായികളായിട്ടാണ് കേരളത്തിൽ ഉടനീളം ആശാ വർക്കർമാർ പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഇവർക്ക് ഏതെങ്കിലും സ്വതന്ത്രമായൊരു തൊഴിലിടം കൊടുക്കുകയോ സ്വതന്ത്രമായ തൊഴിൽ മേഖലയിലേക്ക് അവരെ പറഞ്ഞു വിടുകയോ അല്ല ചെയ്യുന്നത്. കാര്യം ഇവർക്ക് മേലേക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഡയറക്റ്റായിട്ട് ഒരു എൻട്രിയും എവിടെയും ഇല്ല. ഇവർ ഇടപെടുന്നത് മുഴുവനും JPHNമാരുമായിട്ടാണ്. അവരുടെ ഫെസിലിറ്റേറ്റേഴ്സ്, സഹായികൾ എന്നുള്ള നിലയിലാണ് പ്രവർത്തിക്കുന്നതും. അത് കാണാതെയാണ് വർത്തമാനം പറയുന്നത് മുഴുവനും. അതുകൊണ്ട് ഇവരുടെ സമരം അന്യായമാണോ ഡിമാൻഡ് അന്യായമാണോ എന്നുള്ളതല്ല ഞാൻ ചർച്ച ചെയ്യാൻ ഇപ്പൊ പറയുന്നത്. ഞാൻ പറയുന്നത് അവരെവിടെ നിൽക്കുന്നുള്ള അവർ തീരുമാനിക്കണം. മിനിമം വേജ് ആണെന്നുണ്ടെങ്കിൽ അതിൽ പറയണം. അതല്ല ഓണറേറിയം വർദ്ധിപ്പിക്കുക, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യണം. ഞങ്ങൾ മിനിമം വേജിന്റെ കാര്യം പറയുന്നില്ല, ഇൻസെന്റീവിന്റെ കാര്യം പറയുന്നില്ല. നിങ്ങൾ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യം മാത്രം സംസ്ഥാന സർക്കാരെ പറയണം. അതാണെങ്കിൽ ആ സ്റ്റാൻഡിൽ നിൽക്കണം. രീതിയാണോ മിനി? അത് പറഞ്ഞതിൽ വ്യക്തത വരുത്തി അങ്ങ് പോകാം. ബാക്കിയുള്ളവരിലേക്ക് പോകുന്നതിന് മുമ്പ് മിനി അത് പറയൂ. 700 രൂപ നിങ്ങൾ ദിവസവേതനം എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ അത് ഒരു തൊഴിലാളിയായി അംഗീകരിക്കപ്പെടുമ്പോൾ കിട്ടുന്ന വേതനമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യം ഇപ്പോൾ തൽക്കാലമില്ല. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ അത് ചോദിക്കേണ്ടത് കേന്ദ്രത്തോടാണ് താനും. അപ്പോൾ പിന്നെ ഈ ഓണറേറിയം 700 രൂപ 21,000 എന്താണ് അതിൽ വ്യക്തത? അതായത് ഞങ്ങൾ വച്ചിരിക്കുന്ന 700 രൂപ നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ 10 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇളവരം കാര്യം അന്ന് ആവശ്യപ്പെട്ടത് 10,000 രൂപ ഓണറേറിയമായി വർദ്ധിപ്പിക്കണം. അത് കഴിഞ്ഞ് 2021 LDFിൻ്റെ പ്രകടന പത്രികയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് 700 ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ന ആളുകൾക്ക് ആശാ വർക്കർമാർ അടങ്ങുന്ന ആളുകൾക്ക് 700 രൂപ അച്ചടിച്ചു വെച്ചിരിക്കുന്ന കാര്യം എനിക്കറിയുള്ളൂ. വാദം ഉണ്ട്, 45-ാം ഭാഗത്തുണ്ട്. അത് വേണമെങ്കിൽ അത് അയച്ചു തരാം, അത് ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കാം. അവരുടെ കയ്യിൽ അത് ഉണ്ട്. പക്ഷേ അത് മറച്ചു വെച്ചുകൊണ്ട് സംസാരിച്ചോട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഈ കേരളത്തിൽ ഒരു ദിവസം എത്ര രൂപ വരുമാനമുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് ജീവിച്ചു പോകാൻ? അതിലൊരു തർക്കവുമില്ല മിനി. ഒറ്റ മിനിറ്റ്, ഇത് ഒരു വാദമായി വീണ ജോർജ് തന്നെ പുറത്തുവിട്ടതാണല്ലോ ഈ പ്രകടന പത്രികയിലെ പേജ്. ഒരു മിനിറ്റ് നമുക്കതിൽ വ്യക്തത വരുത്തി പോകാം. മിനിമം കൂലി 700 രൂപയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. സ്ത്രീ പുരുഷ തൊഴിലാളികളുടെ വേതന അന്തരം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇത് ഒരു പോയിന്റായി പറയുകയാണ്. 890 പോയിന്റായി തൊഴിൽ നയവുമായി ബന്ധപ്പെട്ട്. എന്നിട്ട് 891 പോയിന്റാണ് അംഗൻവാടി ജീവനക്കാർ, ആശാ വർക്കർമാർ, സ്കൂൾ പാചക തൊഴിലാളികൾ തുടങ്ങിയ സ്കീം വർക്കേഴ്സിനെയും പഞ്ചായത്തുകളിലെ പാലിയേറ്റീവ് ഓഫീസർമാർ, നഴ്സുമാരുടെയും കുടുംബശ്രീ ജീവനക്കാരുടെയും സ്കൂളുകളിലെയും പഞ്ചായത്തുകളെയും കൗൺസിലേഴ്സ് അങ്ങനെ തുടങ്ങി അവരുടെ ഓണറേറിയം ഇടതുപക്ഷ സർക്കാർ ഗണ്യമായി ഉയർത്തുകയുണ്ടായി. ഈ സമീപനം ശക്തിപ്പെടുത്തും എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഓണറേറിയം ഉയർത്തുമെന്നേ ഉള്ളൂ. ഇതിൽ ഈ പറയുന്ന 700 രൂപ എന്നുള്ളത് നിങ്ങളുടെ കാര്യമല്ല എന്നാണ് വാദം. എന്നാൽ 2021 LDF പ്രകടന പത്രികയിലെ ഐറ്റം 44 പേജ് 24 സാമൂഹ്യ സുരക്ഷ എന്ന ഭാഗത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സാമൂഹ്യ പെൻഷനുകൾ ഘട്ടം ഘട്ടമായി 2,500 രൂപ ഉയർത്തും. അത് ഉയർത്തിയിട്ടില്ല, നമുക്കറിയാം. അംഗൻവാടി ആശാ വർക്കർ, റിസോഴ്സ് അധ്യാപകർ തുടങ്ങി ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും. മിനിമം കൂലി 700 രൂപയാക്കും. അത് കേന്ദ്ര ഗവൺമെൻറ് തരുമ്പോഴെന്നോ നിങ്ങളെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കുമ്പോൾ തരുമെന്നോ അല്ലേ പറഞ്ഞു വച്ചിരിക്കുന്നത്. കാരണം ഈ പ്രകടന പത്രികയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇതിന് തൊട്ട് മുമ്പത്തെ ഗവൺമെൻറ് സമയത്താണ് കോവിഡ് വന്നത്. കോവിഡിൻ്റെ മുന്നണി പോരാളികളായിരുന്നു ആശാ വർക്കർമാർ. കേരളം നമ്പർ 1 ആരോഗ്യരംഗത്ത് വന്നതിൻ്റെ ഒരു ലാൻഡ്മാർക്കായി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെയാണ് സർക്കാർ എടുത്തു കാണിക്കുന്നത്. നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തു. വലിയ വലിയ അവാർഡുകളൊക്കെ ആരോഗ്യമന്ത്രി അടക്കം പോയി കൈപ്പറ്റി വന്നത്. അപ്പോൾ അതൊക്കെ ആശാ വർക്കർമാർ ഫീൽഡിൽ ഇതിനൊരു കയ്യുറ പോലും മര്യാദയ്ക്കില്ലാതെ പ്രവർത്തിച്ച് ജീവൻ കൊടുത്ത് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ്. അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചു വന്നതിൻ്റെ ഒരു തുടർച്ച എന്നോണം അത് അവകാശപ്പെട്ടുകൊണ്ട് വന്നതുകൊണ്ടാണ് ഈ പ്രകടന പത്രികയുടെ ഈ ഭാഗം അത്രയേറെ പ്രസക്തമായിരിക്കുന്നത്.
അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആശാ വർക്കറുടെ ഒരു വാക്ക് എവിടെയെങ്കിലും പരാമർശിക്കുമോ സ്മൃതി? അതൊക്കെ അവഗണിക്കപ്പെട്ട വാക്കുകളാണ്. അരികുവൽക്കരിക്കപ്പെട്ട ആളുകളുടെയൊക്കെ അവഗണിക്കപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് അതൊന്നും ഉയർത്താറ് പോലുമില്ല. പക്ഷേ ഉയർത്താൻ നിർബന്ധിതമായത് ഈ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് അടുത്തൊരു ടേം ആയതുകൊണ്ടാണ് അതങ്ങനെ പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇത് കയ്യിലുണ്ട്, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ മിനിമം എന്താണ് പറഞ്ഞിരിക്കുന്നത്? മിനിമം കൂലി ശരിയാണ്, അദ്ദേഹം പറഞ്ഞു തൊഴിലാളിയായിട്ട് അംഗീകരിക്കുമ്പോൾ. പക്ഷേ പ്രകടന പത്രം എടുത്ത് പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞത് ഇത് ഞങ്ങളായിട്ടുണ്ടാക്കിയൊരു മുദ്രാവാക്യമല്ല. ഈ നേരത്തെ പറഞ്ഞല്ലോ CIT മറ്റു സംസ്ഥാനങ്ങൾ സമരം ചെയ്യുമ്പോൾ 26,000 രൂപ ചോദിക്കുന്നു. എങ്ങനെയാണത് ചോദിക്കുന്നത്? അതേ ലോജിക്കേ ഉള്ളൂ ഇവിടെയും. അവിടെ എന്താണ് പറയുന്നത് ലോജിക്ക്? തൊഴിലാളിയായി അംഗീകരിച്ച് കേന്ദ്ര ഗവൺമെൻറ് തരണമെന്നല്ലോ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഒരു കാര്യം രണ്ടു പേർക്കും രണ്ട് തരത്തിൽ അവതരിപ്പിക്കുന്നത് ശരിയല്ല. നിങ്ങൾ എത്രയോ ദിവസമായിട്ട് തെറ്റിദ്ധരിപ്പിച്ചോളൂ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ പൊതുസമൂഹം എന്താ ചിന്തിക്കുന്നത്? ഞങ്ങളോട് പണിയെടുക്കുന്ന ആളുകൾ വന്ന് ഐക്യപ്പെടുകയാണ്. നിങ്ങൾ എങ്ങനെ ഈ കൂലി കൊണ്ട് ജീവിക്കും ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി ചർച്ചയിൽ പറഞ്ഞു നിങ്ങൾ 2 ദിവസം പണിയെടുത്താൽ നിങ്ങൾക്ക് 10,000 രൂപ കിട്ടാനുള്ള പ്രൊവിഷനാണ് ഞങ്ങൾ പുതിയ ഓർഡർ ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കി ദിവസം നിങ്ങൾ മറ്റു പണിക്ക് പോകാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുടുംബം പുലർത്തണമെങ്കിൽ വേറെ പണിക്ക് പോകണം. അതാണ് ചുരുക്കം പറഞ്ഞാൽ. അല്ല, മറ്റു പണികൾക്ക് പോകുന്നവരാണ് നിങ്ങൾ പ്രധാനമായും പറഞ്ഞുകൊണ്ടിരുന്നത്. മറ്റു പണികൾക്ക് പോകുന്നവരാണ്, തൊഴിലുറപ്പ് പണിക്കൊക്കെ പോകുന്നവരാണ് ഭൂരിഭാഗവും. നിങ്ങൾക്ക് കണക്കുകൾ പറയുകയാണ്. അതെ, പക്ഷേ ആശാ വർക്കർമാരോട് ചോദിച്ചു നോക്കൂ കാര്യങ്ങൾ. രാവിലെ മുതൽ രാത്രി വരെ പണിയാണ്. ഒരു നടു നിവർത്താറില്ല. എന്തിന്? ഞായറാഴ്ച പോലും ഞങ്ങളുടെ അനുഭവം എന്താണ്, ഞായറാഴ്ച ഒരു മീറ്റിംഗ് വെച്ചാൽ പോലും വരാൻ പറ്റില്ല. അന്ന് പോലും ഇവർക്ക് ഡ്യൂട്ടി ഉണ്ട്. നമ്മൾ കണ്ടല്ലോ ഈ സമരം നടക്കുമ്പോൾ എത്ര ദിവസമാണ് സമരത്തിൻ്റെ ദിവസം അടിയന്തര പരിപാടികൾ വെക്കുന്നത്, ട്രെയിനിങ് വെക്കുന്നത്. ഇവിടെ സാറ് പറയുന്നത് കേട്ടു വോളണ്ടിയർ വർക്ക്. എന്താണ്? കൂലി ചോദിക്കുമ്പോഴുള്ള വോളണ്ടിയർ. ജോലി ചെയ്യാൻ കമ്പൽസറിയാണത്, കമ്പൽസറി. ഒരാൾക്ക് അതിനകത്തുനിന്ന് വിടുതലില്ല. അങ്ങനെ വിട്ടു വന്നാൽ 700 രൂപ കുറയ്ക്കും. അതല്ലേ നിബന്ധന? എന്തുകൊണ്ട് ഓണറേറിയത്തിൻ്റെ നിബന്ധന? അപ്പോൾ വിട്ടു വന്നാൽ കുറയ്ക്കും. അപ്പോൾ ഇത് മനസ്സിലായില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങൾക്കപ്പുറത്തേക്ക് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ ചർച്ച ചെയ്ത് പൊതുജനത്തിന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ വീണ്ടും ചർച്ച ചെയ്ത് അത് നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന വഴി സത്യത്തിൽ അതിന് ശ്രമിക്കുന്നതാണ് അങ്ങേയറ്റം ഒരു ദാരുണമായ സംഭവം എന്ന് എനിക്ക് പറയേണ്ടി വരും. അങ്ങനെ ചെയ്യരുത്. കാരണം ഓൾറെഡി അതെല്ലാം നമ്മുടെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്തപ്പെട്ട സാധാരണക്കാരനെ ഇപ്പോൾ സാധാരണക്കാർ ഓർഡിനറിയെയും ഇൻസെൻറ്റീവിനെയും കുറിച്ച് വളരെ വാചാലമായി സംസാരിക്കുകയാണ് ഇത്രയും ദിവസത്തെ ചർച്ചകളുണ്ട്. അത്രയേറെ ലളിതവൽക്കരിച്ച കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടും വീണ്ടും അതിൽ കിടന്ന് എന്തിനാണ് കടിപിടി കൂടുന്നത് എനിക്ക് മനസ്സിലായില്ല. ഒറ്റ കാര്യങ്ങളുള്ളൂ, സർക്കാർ തരാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് തരില്ല എന്നേ ഉള്ളൂ. ഞങ്ങൾ സമരം വരുന്നതിന് ശേഷമല്ലേ PSC മെമ്പർമാർക്ക് കൊടുത്തത്, തോമസ് മാഷിന് കൊടുത്തത്. ആർക്കൊക്കെ കൊടുക്കുന്നു? ഹെലികോപ്റ്ററിന് വാടക കൊടുക്കുന്നു, കാറ് വാങ്ങുന്നു, എന്തൊക്കെ നടക്കുന്നു. അപ്പം ഞങ്ങൾക്ക് ആശാ വർക്കർമാർക്ക് പണിയെടുക്കുന്നവർക്ക് തരാൻ മനസ്സില്ലെന്ന് പ്രഖ്യാപിക്കുക. പക്ഷെ അത് ശരിയല്ല. അവിടെ ഞങ്ങൾക്ക് ശാഠ്യമുണ്ട്. ശരി, ആ ശാഠ്യം നിങ്ങൾക്കുണ്ട്. അത് രാഷ്ട്രീയ ശാഠ്യമല്ല, ജീവിക്കാനുള്ള ശാഠ്യമാണ്. വളരെ നന്ദി മിനി. അടുത്ത ആഴ്ചയിലേക്ക് പ്രിൻറ്റു മഹാദേവിലേക്കാണ് അടുത്തായി പോകുന്നത്. പ്രിൻറ്റു, ഇന്നിപ്പോൾ പാർലമെന്റിൽ നഡ്ഡയോട് ആശാസമരവുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ ചോദ്യം ചോദിക്കുമ്പോൾ ആവശ്യം ഇപ്പോൾ ചർച്ചയ്ക്ക് മറുപടി പറയാനില്ല എന്നാണ് പറഞ്ഞത്. കാരണം അവരെ തൊഴിലാളികളായി കാണുമോ എന്നുള്ള ചോദ്യമായിരുന്നു. അതിനുശേഷം ഒരു ചോദ്യത്തിന് ഉത്തരമായി ചില കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്കണവാടി ജീവനക്കാരെ സ്ഥിരം ജീവനക്കാർ ആക്കണമെന്ന ഗുജറാത്ത് ഹൈക്കോടതി വിധിക്കെതിരെ കേന്ദ്രം അപ്പീലിന് പോവുകയാണത്രേ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ആശാവർക്കർമാരുള്ള സമീപനം? വെറുതെ സമര വേദിയിൽ വന്ന ഡാൻസും പാട്ടുമൊക്കെയായി നിന്നാൽ പോരല്ലോ. അങ്ങനെയല്ല. ഇതിനകത്ത് ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ വളരെ കൃത്യമാണ്. ഇതിനകത്ത് നമുക്കറിയാം ഇൻസെൻറ്റീവ് കാര്യമായിക്കോട്ടെ, ഇൻസെൻറ്റീവ് കാര്യവുമായി ബന്ധപ്പെട്ടാണ് ആശാ വർക്കർമാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം. ആദരണീയനായിട്ടുള്ള JP നദ്ദ പാർലമെൻറ്റിനകത്ത് കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ NHMൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഈ ആശാ വർക്കർമാരുടെ അവർ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. അത് തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് ഈ പറയുന്ന ആശാ വർക്കർമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ആശാ വർക്കർമാർ നടത്തുന്ന സമരം ഇൻസെൻറ്റീവ് വർധനം എന്ന് പറയുന്നതോടൊപ്പം തന്നെ അവിടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതാണല്ലോ. ഈ ഓണറേറിയം വർധനവിനെ കുറിച്ച് പറയുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിലേക്ക് ഈ ചർച്ചയെ വഴിതിരിച്ച് വിട്ടുകൊണ്ട്
നിർത്തിക്കൊണ്ട് കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണെന്നുള്ള ഒരു സ്ഥിരം CPM-ന്റെ ഒരു തന്ത്രത്തിനൊപ്പം തന്നെ ചില മാധ്യമ പ്രവർത്തകരും അതിനനുസൃതമായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓണറേറിയം എന്ന് പറയുന്നത് ഇവരുടെ അവകാശമാണ്. അത് കേരളത്തിൽ മാത്രമല്ല, മുഴുവൻ സംസ്ഥാനങ്ങളും ഓണറേറിയം കൊടുക്കുന്നുണ്ടല്ലോ. ഈ ആശാ വർക്കർമാരോട് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള 21,000 രൂപ കൊടുക്കാം എന്ന് ആദ്യമായിട്ട് പറഞ്ഞതാരാണ്? കേന്ദ്ര സർക്കാരല്ല, സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു വാചകത്തെ എടുത്തുകൊണ്ടാണ് ഈ പറയുന്ന ആദരണീയരായിട്ടുള്ള ആശാ വർക്കർമാർ ഈ സമരത്തിന് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവർ ഉന്നയിച്ചപ്പെട്ട ആവശ്യങ്ങൾ എന്താണ്? ആ ആവശ്യങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് 21,000 രൂപ എന്ന് പറയുന്ന ആവശ്യത്തിനൊപ്പം തന്നെ അവർ സമരം ചെയ്യേണ്ട സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. 3 മാസമായിട്ട് പണം ലഭിക്കാതെ അവരുടെ കുടുംബം പട്ടിണിയിലേക്ക് പോകുന്ന കേരളത്തിലെ പരിതാപ സാഹചര്യത്തിലാണ് അവർ സമരത്തിലേക്ക് വന്നത്. ആ സാഹചര്യത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പറയേണ്ടത്. അതിനുശേഷമാണ് അവരുടെ ഡിമാൻഡുകൾ ഏതാണെന്നുള്ള കാര്യങ്ങളും ഈ സമരത്തിന് മുഖവും മാറുന്നത്. അപ്പൊ സത്യത്തിൽ ഇവർ അതിജീവനത്തിന്റെ പോരാട്ടവുമായിട്ടാണ് സമരത്തിന് വരുന്നത്. സംസ്ഥാന സർക്കാരിനോടാണ് അവർ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സമരം, ഇപ്പോൾ ഇവിടെ നടക്കുന്ന സമരം സംസ്ഥാന സർക്കാരിനോടുള്ള സമരമാണ്, അതിൽ തർക്കമില്ല. പക്ഷേ കേന്ദ്രത്തിന് ആശാവർക്കർമാരോടുള്ള സമീപനം എന്താണ് എന്നൊരു വിഷയമുണ്ടല്ലോ. അത് ഇപ്പോൾ CPM ഇവിടെ ഉന്നയിച്ചാലും ഇപ്പോൾ ഇടത് സർക്കാർ നിങ്ങളാണ് അതിൽ തീരുമാനമെടുക്കേണ്ടതെന്ന് പറയുമ്പോഴും തൊഴിലാളികളായി അംഗീകരിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി അടിസ്ഥാനപരമായി ചെയ്യേണ്ട ഒരു കാര്യം. അത് നിങ്ങൾക്കതിനോടുള്ള മനോഭാവം എന്താണ്? അതിനെതിരെ അപ്പീൽ പോകാൻ പോവുകയാണ്. ഹൈക്കോടതി ഓൾറെഡി ഒരു വിധി വന്നു. അപ്പോൾ അതിനെതിരെ അപ്പീൽ പോവുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവരോടുള്ള സമീപനം എന്താണ്? അല്ല, ആശാ വർക്കർമാരായിക്കോട്ടെ, അംഗനവാടി ജീവനക്കാരുടെ ഈ ശമ്പളം എത്രയായിരുന്നു മേഡം ഈ മോഡി സർക്കാർ വരുന്നതിനേക്കാൾ മുമ്പ്? ഈ ആശാ വർക്കർമാരേക്കാൾ അംഗനവാടി ജീവനക്കാരായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികളായിക്കോട്ടെ, ഇപ്പോൾ അടിസ്ഥാന പ്രാദേശിക മേഖലയിലെ അടിസ്ഥാന ശാക്തീകരണവുമായി ബന്ധപ്പെട്ട്, സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ഇവരുടെയൊക്കെ വേതന വർധനു വേണ്ടി തന്നെയാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ 4 പില്ലറുകളിൽ ഒരു പില്ലറുകളായി കാണുന്നത് സ്ത്രീ സമൂഹമാണ്. അപ്പോൾ അടിസ്ഥാന ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് ഇവരുടെ വേതന വർധനവ് കാലാനുസൃതമായി മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. അതുകൊണ്ട് നോക്കൂ, കേന്ദ്ര സർക്കാരിൻ്റെ നാരി യോജനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനവധി പദ്ധതികളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ നിലപാടുകൾ ഇതിനകത്ത് കൃത്യമാണ്. അത് തൊഴിലുറപ്പ് തൊഴിലാളികൾ നോക്കൂ. ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ നിങ്ങൾ പറയണം, നിങ്ങൾ അംഗനവാടി ജീവനക്കാരോടൊപ്പം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം കൂടി ഈ ചർച്ചയ്ക്കകത്ത് പറയണം. ഈ മൻമോഹൻ സിംഗ് സർക്കാർ അധികാരത്തിന് പോകുന്ന സമയത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം എന്ന് പറയുന്നത് 118 രൂപയായിരുന്നു. ഇന്ന് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം 318 രൂപയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ നൽകുന്നത്. അത് വലിയൊരു മാറ്റമല്ലേ നൽകുന്നത്? അതോടൊപ്പം തന്നെ ആശാ വർക്കർമാർക്ക് ഹോണറേറിയം സംസ്ഥാന സർക്കാരുകൾ നിർബന്ധമായി നൽകണമെന്നുള്ള കൃത്യമായിട്ടുള്ള ചട്ടം പറഞ്ഞത് കേന്ദ്ര സർക്കാരാണ്. നമുക്കറിയാമല്ലോ കോവിഡിന് ശേഷമുള്ള ഇവരുടെ ജോലി ഭാരം. അതോടൊപ്പം കേരളത്തിൻ്റെ പ്രത്യേകമായ ഒരു സാഹചര്യമുണ്ട്. കേരളത്തിൽ മറ്റുള്ള സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിച്ചു നോക്കുക. അവരൊരു ഡേ ടു ഡേ മുഴുവൻ സമയ പ്രവർത്തകരല്ല മറ്റൊരു സംസ്ഥാനത്തും. സ്വാഭാവികമായിട്ട് അവിടെയും ഈ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ ഈ ഡേ ടു ഡേ ഓരോ ദിവസവും കൃത്യമായിട്ട് തൊഴിലിടങ്ങളിലേക്ക് പോകാത്ത ആശാ വർക്കർമാർക്കും കൂടി വലിയ രീതിയിലുള്ള വേതനം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് CIT അടക്കമുള്ള ആളുകൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ സമരം ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, ഇവിടുത്തെ ആശാ വർക്കർമാർക്ക് മറ്റൊരു തൊഴിൽ പോകാൻ പാടില്ല എന്നുള്ള സർക്കുലർ ഇവിടെ ഇറക്കുന്നു. 10ഓളം നിബന്ധനകൾ ഇവിടെ വയ്ക്കുന്നു. അങ്ങനെ നിബന്ധനകൾക്ക് വിധേയമാക്കിക്കൊണ്ട് ഒരു സമൂഹത്തെ ആകമാനം തൊഴിലെടുപ്പിക്കുമ്പോൾ, അവർ ന്യായമായിട്ട് പണം ചോദിക്കുമ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയല്ലേ, കേന്ദ്രമല്ലേ തരേണ്ടത് എന്നല്ലല്ലോ പറയേണ്ടത്. ഇവിടെ കൊടുക്കേണ്ടതാണ് കേന്ദ്ര സർക്കാർ, കേരളമാണ്. പിന്നെ കേരളത്തിനെ സംബന്ധിച്ചത് നമുക്കറിയാമല്ലോ, നമ്മൾ ആഗോള ഇൻഡെക്സിൽ 1ാം സ്ഥാനത്താണ്. നമ്മൾ ദാരിദ്ര്യന്മാരെ നീക്കിയ പ്രദേശമാണ്. കേരളത്തിൽ പച്ചക്കറി കഴിച്ചിട്ട് ജീവിക്കണമെങ്കിൽ ഒരു ശരാശരി കുടുംബത്തിന് 18,000 രൂപ വേണം. ആഗോളതലത്തിലുള്ള ജീവിത നിലവാരം നമുക്കുണ്ട്. അപ്പോൾ നമ്മളൊരു കേരള മോഡൽ മാതൃകയാണല്ലോ. അങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് ഈ ആശാ വർക്കർമാർക്ക് 21,000 രൂപ കൊടുക്കാൻ നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്നതിന് പകരം കേന്ദ്രത്തെ പഴിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെയാണല്ലോ നമ്മുടെ പൊതുസ്ഥിതി. ആത്മപ്രശ്നം കൊണ്ട് കേരളത്തെ മൂടുന്ന സമയത്ത് ഈ ആശാ വർക്കർമാരുടെ വിഷയം വരുമ്പോൾ മാത്രം എന്താണ് ഇവർക്ക് ഈ പറയുന്ന കേന്ദ്ര നയം വരുന്നത്? ഇപ്പോൾ 100 കോടി രൂപ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വാഹനം മേടിക്കാൻ വേണ്ടിയിട്ട് പണമുണ്ട്. ഇവിടെ കേസില്ലാതെ സർക്കാർ കേസുകൾ മുഴുവൻ തോറ്റുകൊടുക്കുന്ന വക്കീലന്മാർക്ക് പണം കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ട്. ഇവിടുത്തെ PSC മെമ്പർമാർക്ക് പണം കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ട്. ഈ ആശാ വർക്കർമാരുടെ കാലം വരുന്ന സമയത്ത് കേന്ദ്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇരട്ടത്താപ്പ് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പം നോക്കൂ, സത്യത്തിൽ ഈ രാഷ്ട്രീയ കാപട്യത്തിൻ്റെയും വഞ്ചനയുടെയും ആൾരൂപമായിട്ട് വീണ ജോർജ് മാറിയിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഒരു ആഭ്യന്തരമന്ത്രി, ഒരു മന്ത്രി എന്ന രീതിയിൽ അവർ രാജിവെച്ചൊഴിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. 2 ദിവസമായിട്ട് കേരളത്തിലെ പ്രബുദ്ധ സമൂഹത്തെ ഏതൊക്കെ രീതിയിലാണ് അവർ വഞ്ചിക്കുന്നത്? ഒരു കേന്ദ്രമന്ത്രി ഇവരെ അടിസ്ഥാനപരമായി തൊഴിലാളികളായി അംഗീകരിക്കുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു സമീപനം എടുത്ത കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമ്പോൾ നിങ്ങൾക്കിത് നിങ്ങളുടെ ശബ്ദം കുറച്ച് താഴ്ത്തി പറയുന്നതായിരിക്കും നന്നാവുക. അല്ല മേഡം,
അല്ല മേഡം ഇതിനകത്ത് അംഗനവാടി ജീവനക്കാർ ആശാവർക്കർ ഈ പദ്ധതികൾ മുഴുവൻ ആരംഭിച്ചത് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. അന്ന് സന്നദ്ധ സേവന പ്രവർത്തകരായിക്കൊണ്ടാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത്. ഈ പദ്ധതിക്ക് കാലാനുസൃതമായ മാറ്റമാണ് വേണ്ടത്. നാളുകളിൽ ഇവരെ തൊഴിൽ മേഖലയിൽ തൊഴിൽ വേതനം അടിസ്ഥാനപരമായിട്ടുള്ള തൊഴിലാളികളായിട്ട് പ്രഖ്യാപിക്കേണ്ട നടപടികളുമായിട്ട് തന്നെയായിരിക്കും കേന്ദ്ര സർക്കാർ പോവുക. അതിനകത്ത് ഒരു സംശയം വേണ്ട. ഈ രാജ്യത്തിലെ സ്ത്രീകളുടെ ശാക്തീകരണമാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. ഇപ്പോൾ ഇവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഇൻസെന്റീവ് ആണ്. ആ ആവശ്യത്തിനോട് വളരെ നല്ല സമീപനമാണ് കേന്ദ്ര സർക്കാർ ഉണ്ടായത്. ഞങ്ങൾ അതിനോട് പുറംതിരിഞ്ഞില്ലല്ലോ. കാരണം കോമൺ ആയിട്ടുള്ള മുഴുവൻ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്നത് എത്ര കൂട്ടും? അല്ല സാറേ, അത് ഇരട്ടിയാക്കാം, അല്ലെങ്കിൽ 3 ഇരട്ടിയാക്കാം, 4 ഇരട്ടിയാക്കാം. അത് ഇരട്ടി വരുന്ന സമയത്തല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇൻസെന്റീവ് ഇനത്തിൽ എത്ര ശതമാനമാണ് വർധനമുണ്ട് എന്ന് പറയേണ്ടത് അപ്പോഴാണല്ലോ. അത് വന്നതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. അവിടെ കാലാനുസൃതമായിട്ടുള്ള മാറ്റം ഉണ്ടാകും. കാരണം 118 രൂപയുള്ള തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ഇന്ന് 318 രൂപയും 356 രൂപ വരെ കിട്ടുന്ന സംസ്ഥാനങ്ങളുണ്ട്. അങ്ങനെ ഇരട്ടി വേതനം കൊടുത്തുള്ള സർക്കാരാണ് ഈ ഇന്ത്യ ഭരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ആശാവർക്കർമാരുടെ കാര്യത്തിനകത്തും കാലാനുസൃതം അതല്ല 318 മൻമോഹൻ സിംഗ് സർക്കാർ കൊടുത്തിരുന്നത്. അതിനെ നരേന്ദ്രമോദി സർക്കാർ വന്ന സമയത്ത് 318 രൂപ ആക്കിയല്ലോ മേഡം. ഓരോ വർഷവും ജീവിത ചെലവ് മുന്നോട്ടാണല്ലോ പോകുന്നത്. ഓരോ കാലവും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ ഇടത് സർക്കാർ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കുറിച്ചാണ്. അതിനുശേഷം കോവിഡ് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ 9 വർഷമായിട്ട് ഇവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ നിങ്ങളും ഇവിടുത്തെ കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ മൻമോഹൻ സിംഗിന്റെ കാര്യം പറയരുത്. അവിടെ എത്ര കാലമായി മോദി ഭരിക്കാൻ തുടങ്ങിയിട്ട്? അല്ല മേഡം അങ്ങനെയല്ലല്ലോ. മൻമോഹൻ സിംഗ് സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഇവർക്ക് ഓണറേറിയം ഉണ്ടായിരുന്നോ മേഡം? ഉണ്ടായിരുന്നില്ലല്ലോ. ഓണറേറിയം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഓണറേറിയം കൊടുക്കണം സംസ്ഥാന. ഇത് നമുക്ക് പൊതുജന ആരോഗ്യം സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അവിടെ സേവനം ചെയ്യുന്ന ആളുകൾക്ക് വേതനം കൊടുക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. കേന്ദ്രത്തിന്റേതായ ഉത്തരവാദിത്തത്തിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന ചോദ്യമായിരുന്നു. ഞാൻ ശ്രീ ദാമോദർ പ്രസാദിലേക്ക് പോകുന്നു. ശ്രീ ദാമോദർ പ്രസാദ്, 40ാമത്തെ ദിവസമായിരിക്കുന്നു ഈ സമരത്തെ 1018 കോടി രൂപ. ദാമോദർ പ്രസാദ്, ഈ 40ാമത്തെ ദിവസമായിരിക്കുന്നു ഈ സമരം. അതിനിടയ്ക്ക് പട്ടിണി സമരത്തിലേക്കും അവർ നീങ്ങിയിരിക്കുകയാണ്. അതിലിപ്പോൾ ഒരാൾ വയ്യാതെ ആശുപത്രിയിൽ ആവുകയും ചെയ്തിരിക്കുന്നു 2ാമത്തെ ദിവസമായപ്പോഴേക്കും. ഇതാണ് ഈ സമരത്തിൻ്റെ അവസ്ഥ. ഈ സമരത്തിന് വേറൊരു സ്വഭാവമാണ്. രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ്, ഗൂഢലക്ഷ്യങ്ങളാണ്. ആശമാർക്ക് സ്വന്തം നിലപാടില്ല, സ്വന്തം അഭിപ്രായമില്ല. ആശമാരെ കൊണ്ട് എന്നാണ് പറയുന്നത്. ആശമാരെ കൊണ്ട് സമരം ചെയ്യിക്കുന്നു. ഇവിടുത്തെ സ്ത്രീകൾക്ക് രാഷ്ട്രീയ ബോധവും അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള ബോധവും ഒന്നുമില്ലല്ലോ. അതാണ് പറയുന്നത് പാർട്ടി സെക്രട്ടറി. ഈ സമരത്തെ ഈ രൂപത്തിലാക്കിയതിന് പിന്നിലാരാണ്? അതല്ല, ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം സ്മൃതി പറഞ്ഞ ഒരു പോയിന്റ് നേരത്തെ പറഞ്ഞ കാര്യം, ഇത് നമ്മുടെ കേരളം വലിയൊരു ആരോഗ്യ പ്രതിസന്ധിയിലൂടെ ആഗോള തലത്തിന് വലിയ ആരോഗ്യ പ്രതിസന്ധിയിലൂടെ കടന്നു വരികയും നമ്മളത് അഭിമുഖീകരിക്കുകയും ആ സമയത്ത് വളണ്ടിയർ വീട്ടിലിരിക്കുക. നമ്മളിത് വളണ്ടിയർ എന്ന് വെറുതെ ഇരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വളണ്ടിയറായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ ജയേന്ദ്രൻ വളണ്ടിയറായിട്ട് വന്നത്. അദ്ദേഹം പാർട്ടി ഗവൺമെൻറ് ഡിഫെൻഡ് ചെയ്യുന്ന ആളാണെങ്കിലും ഗവൺമെൻറ് പറഞ്ഞു വിട്ടാൽ നമുക്കറിയാം അത് വളണ്ടിയറാണ്. പക്ഷേ ഇവരുടെ സ്ഥിതി ആ വളണ്ടിയർ ഈ വളണ്ടിയർ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് NGO വളണ്ടിയർ എന്ന് ഇവിടെ നിർവഹിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ആ സമയത്ത് കോവിഡിൻ്റെ ആ അരക്ഷിതാവസ്ഥ സമയത്ത് മുൻനിര പ്രവർത്തകരായി കേരളത്തെ രക്ഷിച്ചവരാണ് ഇവർ. നമ്മൾ മത്സ്യത്തൊഴിലാളികളെ പോലെ തന്നെ ഈ ഫ്ലഡിൻ്റെ കാലത്ത് ആ മുൻനിര ഈ ആരോഗ്യ പ്രവർത്തകരെ മാനിക്കുകയും അവർക്ക് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എന്ത് വന്നത്, പ്രകടന പത്രികയിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പ്രകടന പത്രികയിൽ വരാനുള്ള കാരണം അതാണ്. അതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്ന സർക്കാരാണ്. സത്യത്തിൽ ഗുണഫലം അനുഭവിച്ച സർക്കാരാണ്. ആ കോവിഡിൻ്റെ പ്രതിസന്ധി സമയത്ത് സർക്കാരിന് വേണ്ടിയിട്ട് ഒരു മുൻനിര പ്രവർത്തനം നടന്ന ആരോഗ്യ പ്രതിസന്ധി നേരിട്ട ആ ജനവിഭാഗം, അടിസ്ഥാന ജനവിഭാഗം, ആ ജനവിഭാഗത്തിലുള്ള ഒരു ഇടതുപക്ഷ സർക്കാർ തന്നെ ഇവരുടെ സംഭാവനയാണല്ലോ. യഥാർത്ഥത്തിൽ ഇവർ കൊണ്ടുകൊടുക്കുന്ന വിവരങ്ങളായിരുന്നല്ലോ അന്നത്തെ വാർത്താ സമ്മേളനങ്ങൾ. ഈ സംശയം 2021 തിരിച്ചു വന്ന സർക്കാരിൻ്റെ ഈ കോവിഡ് പ്രതിസന്ധിയിൽ സർക്കാരും ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷേ സർക്കാരിന് വേണ്ടി മുൻനിര നിലയിൽ പോരാടിയവരാണ് ആ തൊഴിലാളികളെ അധിക്ഷേപിക്കുന്നത്. വളണ്ടിയർ എന്ന് പറയുന്ന ഒരു തരത്തിൽ അധിക്ഷേപമായിട്ടാണ് ഉപയോഗിക്കുന്ന കാര്യം. ഇവർ വേറെ എന്തോ ചെയ്യുന്ന ആൾക്കാർ. ഈ അടിസ്ഥാന ജനവിഭാഗത്തോടുള്ള ഈ സമീപനം ഉണ്ടല്ലോ, ഇതവിടെ ഇടതുപക്ഷം എന്ന് വിളിക്കുന്നത് ശരിയല്ല. ഇന്ന് ഇടതെന്ന് പറയും, ഇടത് എന്നൊക്കെ വിളിക്കുന്നത് CPM എന്ന് വിളിച്ചോളുന്നു. ഇടതെന്ന് വിളിക്കുന്നത് സമീപനം അല്ല. അത്
രണ്ടാമത്തെ കാര്യം, ഇത്തരം അടിസ്ഥാന തൊഴിലാളി വർഗ സമരം ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് ലേബർ ഹിസ്റ്ററിയുടെ ആർക്കൈവ്സ് നോക്കിയാൽ കാണാൻ പറ്റും. ഇതൊക്കെ ആറോൺ മുതലാളിയൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഈ തൊഴിലാളി ഇറക്കി വിട്ടിരിക്കുന്നത് ഗുണ്ടകളെയും ഇറക്കിയിരുന്നു, അത്രയും ഇറക്കാനുള്ള ധൈര്യം പകരം പോലീസ് ഇറക്കിയിരിക്കും. ഇതങ്ങ് കമ്മ്യൂണിസ്റ്റ് സമരത്തിന് ലേബർ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ആർക്കൈവ്സിൽ അക്കാലത്തെ മുതലാളിമാരും ദുഷ്പ്രഭുക്കളും ജന്മിമാരും കൂടാളി യശ്മാരും പറഞ്ഞ വാക്കുകളാണ്. ഇവരൊക്കെ മറ്റാൾക്കാർ ഇറക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതേ വാക്കുകളാണെന്ന് ഉപയോഗിക്കുന്നത്. അതേ വൊക്കാബുലറി എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വന്നു? ഇത് മാവോയിസ്റ്റുകളെന്ന് ഭാഗ്യത്തിന് പറഞ്ഞില്ല. കാര്യം മാവോയിസ്റ്റുകൾ പറഞ്ഞതിൻ്റെ കാര്യം ഭീകരവാദികളാക്കിച്ചിരിക്കുക. മാവോയിസ്റ്റുകളെന്ന് പറഞ്ഞതിൻ്റെ കാര്യം മാവോയിസ്റ്റുകളെ ഛത്തീസ്ഗഡിലൊക്കെ വേട്ടയാടി കൊല്ലാണല്ലോ കേന്ദ്ര സർക്കാർ. അപ്പോൾ കേന്ദ്ര സർക്കാരിന് വേറെ താല്പര്യത്തിൻ്റെ അകത്ത് വരും. കാര്യം മാവോയിസ്റ്റുകളായിട്ടുള്ള ഈ സംസ്ഥാന സർക്കാരിൻ്റെ ബന്ധം നമുക്കറിയാമല്ലോ. അപ്പോൾ മാവോയിസ്റ്റുകൾ എന്തോ ഭാഗ്യവശാൽ നാളെ ഒരു മാവോയിസ്റ്റുകളെന്ന് പറയും. പണ്ട് ഭൂസമരം നടത്തിയ ഒരു മാവോയിസ്റ്റുകളെന്ന് വിളിച്ചത്. അപ്പോൾ അധിക്ഷേപിക്കുക. അതായത് ഇവിടെ തൊഴിലാളികൾ സ്വന്തമായിട്ട് ഈ CPM പുറത്ത് ആർക്ക് സമരം ചെയ്യാൻ പാടില്ല. ഇത് ഇപ്പോൾ തുടങ്ങിയതല്ലോ. 57 ചന്ദ്രത്തോപ്പ് വെടിവെപ്പ് മുതൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. തൊഴിലാളികൾക്ക് വേറെ സ്വതന്ത്രമായിട്ട് അസ്തിത്വമില്ല. അവർ സ്വന്തം ഇവർ വഴിയാൻ സമരം ചെയ്യും. അല്ലാതെ ഇവരുടെ ട്രേഡ് യൂണിയൻ കുറേ നേതാക്കളുണ്ട്. അത് ഈ നോക്കൂലി നേതാക്കൾ നയിക്കണം എന്നാൽ മാത്രമേ സമരമാവുള്ളൂ എന്നാണ് വിചാരം. ഇവിടെ അടിസ്ഥാന ജനവിഭാഗം അവർ തന്നെ നേതൃത്വം കൂടെ സമരം, അവർക്ക് സ്വതന്ത്രമായ സംഘടന, അവർ സഖ്യമെന്നൊക്കെ പറയുമ്പോൾ ചില സമരങ്ങളിൽ കൈകോർക്കലുകൾ ഉണ്ടാകാറുണ്ടല്ലോ. വിരുദ്ധ അഭിപ്രായമുള്ളവർ, വിരുദ്ധ നിലപാടുള്ളവർ, വിരുദ്ധ രാഷ്ട്രീയ നിലപാടുകൾ, വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വരെ സമരത്തിൽ യോജിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഇടതുപക്ഷം തന്നെ ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരസമിതിയിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? സുഗതകുമാരിയും കുമ്മനം രാജശേഖരും MA ബേബിയും പി പ്രസാദും. ഇതെങ്ങനെയാണ് ആ കോമ്പിനേഷൻ വന്നത്? ഇത് മഴവിൽ സഖ്യമായിട്ട് ഇതിനെ പറയാൻ പറ്റുമോ? ഇതുവരെ മഴവിൽ സഖ്യത്തിലുള്ള പ്രയോഗം നടത്തുന്ന ഇത് നമുക്ക് എല്ലാവർക്കും ഒരു അധിക്ഷേപിക്കാൻ, ഈ സമരത്തെ ചെറുതാക്കി കാണാൻ അതായത് ഇത് പൊതുജനത്തിന് വേണ്ടി കമ്മ്യൂണിക്കേഷൻ പോലും അല്ല. CPMൻ്റെ അകത്ത് തന്നെ അതിൻ്റെ അകത്തൊരു വിഭാഗത്തിന് ചിലപ്പോൾ ഈ സമരത്തോട് അനുഭവമുണ്ട്. അതിൽ അടിസ്ഥാന ജനവിഭാഗത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, അവർക്ക് അനുഭവമുണ്ട്. അവരെ നിയന്ത്രിക്കാൻ അവർക്കുള്ള കമ്മ്യൂണിക്കേഷനാണിത്. അവരെ നിയന്ത്രിക്കാൻ വേണ്ടി അല്ലാതെ പൊതുജനത്തിന് വലിയില്ല. ഈ അഭിപ്രായമൊക്കെ പൊതുജനം ബുദ്ധിച്ചുകൊള്ളും. ഇതൊക്കെ നേരിട്ട് കാണാവുന്ന കാര്യം മാധ്യമങ്ങളുടെ ലോകത്തും സാമൂഹ്യ മാധ്യമ ലോകത്തും രണ്ടുപേര് വല്ല തരികളെ പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിലും CPM ഈ ഗവൺമെൻറ് PR വർക്ക് എടുത്ത ആൾക്കാരുടെ പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിലും ഇത് മറ്റുള്ള ആൾക്കാർ മനസ്സിലാക്കാതിരിക്കില്ല. അപ്പോൾ ഈ സമരം നടക്കുന്നതും അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇവരെ നേരിട്ട് കാര്യം ഈ ആശാ വർക്കർമാരുടെ പ്രവർത്തനം ഗുണപരമിച്ചൊരു സമൂഹം കേരളത്തിലുണ്ട്. അവർക്കറിയാം ഇവരെന്താ ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് അവർക്ക് അനുഭവമേ ഉണ്ടാവുള്ളൂ. ഈ സർക്കാരിന് ആ ഗുണഭോക്താവ് സർക്കാർ മനസ്സിലാക്കുക. പിന്നെ വേറൊരു കാര്യം, ഇവരുടെ തൊഴിലാളി വിരുദ്ധ സമീപനത്തിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നോക്കണമെങ്കിൽ ഞാനത് എല്ലാം ചരിത്രം ആവർത്തിക്കുന്ന ഞാൻ പറയുന്നില്ല, കാര്യം ആവർത്തിക്കാതിരിക്കട്ടെ, കാര്യം ശരിയില്ല. പക്ഷേ നന്ദിഗ്രാമിൻ്റെ സമയത്തും അവിടുത്തെ കർഷക തൊഴിലാളികളെ വെടിവെച്ച് കൊല്ലുമ്പോൾ മഴവിൽ സഖ്യം അന്ന് ഉപയോഗിച്ച അന്ന് മാവോയിസ്റ്റുകൾ അതിനെ ഉൾപ്പെടുത്തിയിരുന്നു. മാവോയിസ്റ്റുകളും തൃണമൂലൊക്കെ എന്താ അവസാനം ചിന്നിച്ചെതറി അടർന്ന് ഒന്നും അല്ലാതായി പോയി. അവിടെ ആ സാധനം അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഇല്ലാതായി. അവിടെ ഇവരുമായി എന്താ പറയുക പാർട്ടി ഓഫീസുകളും ഇല്ലാതായി പോയി. ഇതിൻ്റെ ചരിത്രം തൊഴിലാളി സമരത്തോട് അല്ലേ പല സംഘടനകളും ഇതിനകത്തുണ്ട്. അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ പല സംഘടനകളും ഇതിനായി ബന്ധപ്പെട്ട് അനുഭവം പ്രകടിപ്പിച്ചു. പക്ഷേ ഇത് സ്വതന്ത്ര സംഘടനയാണ് വളരെ വ്യക്തമായി പറഞ്ഞത്. അതിൽ നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിച്ച് അതിനെ ഈ ഒരു വേറെ വ്യാഖ്യാനം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവരുടെ അവകാശങ്ങൾ തെറ്റാണെന്ന് ഇവരിപ്പോഴും പറയുന്നില്ല. അത് കേന്ദ്രത്തിൽ കിട്ടുന്നേ പറയുന്നുള്ളൂ. പക്ഷേ ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ബാധ്യതപ്പെട്ടൊരു സർക്കാർ വളണ്ടറി എന്ന് പറഞ്ഞൊരു നിഷേധാത്മക സമീപനം എടുത്തുകൊണ്ട് ഇവരെ പെരുവഴിയിലാക്കുന്നു. അത് ആരെയാണ് ആക്കുന്നത്? ഇവരാർക്കാണ് ഇപ്പോൾ ശമ്പളം കൂട്ടിക്കൊടുക്കുന്നത്? ആരെയാണോടാ നിഷേധാത്മക സമീപനം എടുക്കുന്നത്? ഇതിന് എന്ത് ഇടദോഷം എന്നായി തന്നെ പറയും? എന്ത് സമീപനമാണത്? ഇതിന് ഏത് തരത്തിൽ രാഷ്ട്രീയം ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ? പിന്നെ രാജേഷൊക്കെ പറയാൻ പറ്റും. രാജേഷൊക്കെ വലിയ ഉയർന്ന സ്ഥലത്തിരിക്കുകയല്ലേ, മന്ത്രി നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ നല്ല ഭംഗിയാർന്ന ഷർട്ടും ഇതൊക്കെ ഇട്ട് സന്തോഷപൂർവ്വം നല്ല വാചകങ്ങൾ ഉപയോഗിച്ച് പറയാം. ഈ തൊഴിലാളി രാഷ്ട്രീയം പറഞ്ഞാണ് ഇത്രയും കാലം നടന്നത്. ഇന്ന് അധികാരത്തിന് ശീതളച്ചായിരുന്നു പലതും പറയാൻ പറ്റും. ആൾക്കാരെ അപമാനിക്കാം, അധിക്ഷേപിത്തൊക്കെ സൗകര്യപ്പെടുന്ന സമയത്ത് ഇതെല്ലാ കാലത്ത് നിലനിൽക്കുന്ന കാര്യമില്ല. അപ്പോൾ ഇവർക്ക് അവരുടെ ആശാ വർക്കറിനുള്ള അവകാശം ഇല്ല എന്ന് പറയുന്നില്ല. കേന്ദ്രത്തിൽ പോയി വാങ്ങുന്നതാണ് പറയുന്നത്. കാര്യം CET മറ്റ് സ്ഥലങ്ങളിൽ സമരം ചെയ്യുന്നുമുണ്ട് ഇവിടെ. അപ്പോൾ ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്യാനും ഇതിനെ പരിഹരിക്കാനും യാതൊരു ഇവർക്കിതില്ല. അവർക്ക് സംബന്ധിച്ചിടത്തോളം ഇത്തരം സ്വതന്ത്ര സംഘടന സമരങ്ങളെ അംഗീകരിക്കാൻ പറ്റാതിരിക്കുന്നു. സംസ്ഥാന ഈ CPMൻ്റെ ഷാഠ്യമാണത്. CPMന് കാലങ്ങളായി ഒരു ഷാഠ്യത്തെക്കാൾ ധാർഷ്ട്യം എന്ന് തന്നെ പറയാം. CPMൻ്റെ ധാർഷ്ട്യം ഇതിനകത്ത് വ്യക്തമായി കാണാം. ഈ തൊഴിലാളികളോട് ഇത് നമ്മൾ എംസോമാന ശേഷക്രിയയിലും ഒരുപക്ഷെ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ വേറെ തരത്തിൽ വിപുലമായ രീതിയിൽ കാണുകയാണ്. ഈ ധാർഷ്ട്യ സമീപനം എന്തുകൊണ്ടാണ് തിരുത്താത്തത്?
ഇത് എത്ര പാഠമായി ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ ആലോചിക്കണം. അല്ല, പക്ഷേ ഈ സമരത്തോടുള്ള സമീപനം എന്തായിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ ഇന്ന് പാർട്ടി സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാണ്. ഈ സമരത്തെ ഇടത് വിരുദ്ധ സമരമായി തന്നെ കാണുന്നു. അതുകൊണ്ട് അതിനെ ശക്തിയുക്തമായി തന്നെ എതിർക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. രണ്ടാം ഘട്ടത്തിൽ ചർച്ചയിൽ ശോഭയാണ് ആശാവർക്കർമാരുടെ സമരസമിതിയിൽ നിന്നുള്ളത്. ശോഭ, നിങ്ങളുടെ സമരം ഇന്ന് 40-ാം ദിവസത്തിലാണ്. നിങ്ങളിൽ നിരാഹാരമിരുന്നവരിൽ ഒരാൾക്ക് വയ്യാതാവുകയും ചെയ്തിരിക്കുന്നു. ഈ സമരം ഇതേ ഊർജ്ജത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഇപ്പോഴും കരുത്തുണ്ടോ? കരുത്തുണ്ട് മാഡം. ഞാൻ നിരാഹാരം ഇതുവരെ ഇരുന്നിട്ടില്ല, പക്ഷെ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്. ആ ഒരു ഇതിലാണ് ഞാൻ ഇവിടെ ഈ നിരാഹാരം ഏറ്റെടുത്തത്. എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് യഥാർത്ഥത്തിൽ കേന്ദ്രത്തോടാണ് ചോദിക്കേണ്ടത്. ഇവിടെയല്ല സമരം ചെയ്യേണ്ടതെന്നാണ് സർക്കാർ ആവർത്തിച്ചു പറയുന്നത്. നിങ്ങൾ കേന്ദ്രത്തോട് നിങ്ങൾക്ക് ഒരു വിമർശനവുമില്ല എന്നാണോ പറയേണ്ടത്? മാഡം, കേന്ദ്രമായാലും സർക്കാരായാലും രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഞങ്ങൾക്കൊരു തീരുമാനിച്ച് തരണമെന്നാണ് ഞാൻ പറയുന്നത്. ശരി ശോഭ, എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഞാൻ വട്ടൂർക്കാവ് UPHSൽ 18 വർഷമായി. ശോഭയുടെ ഒരു ദിവസം എങ്ങനെയാണെന്ന് പറയാമോ? എന്നെ കൊണ്ട് എൻ്റെ കുടുംബം നോക്കാൻ പറ്റാത്ത മാഡം, എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് എൻ്റെ മോള് ഒരു ട്യൂഷൻ സെൻ്ററിൽ പഠിപ്പിക്കാൻ പോകുന്നു. അവളുടെ ആ ഒരു വരുമാനത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. വാടക 6000 രൂപ കൊടുക്കണം, കറണ്ട് ബില്ല് 1500, വാട്ടർ ബില്ല് 1000. ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങൾക്ക് നിത്യവൃത്തിക്കുള്ള പൈസ കിട്ടുന്നില്ല. ആശാ വർക്കർ എന്ന നിലയ്ക്ക് ശോഭയുടെ ഒരു ദിവസം തുടങ്ങി ഒരു ദിവസം എങ്ങനെയാണ് അവസാനിക്കുന്നത്? ഞാൻ രാവിലെ ഡ്യൂട്ടിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പട്ടിണിയായിട്ടാണ് പോകുന്നത്. ഒരു മാവ് വാങ്ങിച്ചാൽ കുട്ടികൾ എന്തെങ്കിലും കഴിക്കട്ടെന്നും പറഞ്ഞ് ഞാൻ കഴിക്കാതെ പോകും. എന്നിട്ട് ഞാൻ വൈകുന്നേരം വന്നിട്ട് അവരടുത്ത് പറയും ഞാൻ കഴിച്ചു. ചില കൂട്ടുകാരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിച്ചാണ് ഞാൻ കിടക്കുന്നത്. അവരടുത്ത് പറയും കഴിച്ചെന്നും പറഞ്ഞ് കിടക്കും. ഞാൻ അങ്ങനെ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്. വീട്ടിൽ പട്ടിണി മാറ്റാനുള്ള സമരമാണല്ലോ. പട്ടിണി മാറ്റാനുള്ള സമരമാണല്ലോ ഞാൻ ചോദിച്ചത്. ശോഭ, നിങ്ങളുടെ ജോലിയുടെ സ്വഭാവം ഒന്ന് വിശദീകരിക്കാനുള്ളതാണ്. ജോലി നേരം വെളുത്ത് ഇറങ്ങിപ്പോയാൽ പിന്നെ സർവേ എല്ലാം ഓരോ വീടുകളിൽ കയറി ഇറങ്ങി ഓരോ സർവേകൾ അവർ പറയുന്നതെല്ലാം എടുത്തു കൊടുക്കും. ഗർഭിണികളെയും കുട്ടികളുടെയും വയസ്സായവരുടെ പാലിയേറ്റീവിൻ്റെയും പിന്നെ ഇമ്മ്യൂണൈസേഷൻ വർക്ക് എല്ലാം ചെയ്തു കൊടുക്കും. ചെയ്തു കൊടുത്തിട്ട് ഇവിടെ വീട്ടിൽ വരുമ്പോൾ ഒരു നേരമാകും. വീട്ടിൽ അത് കഴിയുമ്പോൾ ഇവർ ഓരോന്നും വിളിക്കും. ചില നേരം ഫോൺ ചാർജ് ചെയ്യാൻ പോലും പൈസ കാണില്ല. പിന്നെ അവരെ വായിരിക്കുന്നത് ഞാൻ കേൾക്കേണ്ടി വരും. അറിയില്ല ഞാൻ. പിന്നെ മോളുടെ ഫോണിൽ നിന്നൊക്കെ നെറ്റൊക്കെ എടുത്താണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അവർ ഓരോന്നും വിളിച്ചുകൊണ്ടിരിക്കും. എനിക്കത് ചില നേരം മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ മരിക്കണോ ജീവിക്കണോ എന്ന് പോലും എനിക്കറിയാത്ത ഒരിതാണ് ഈ ജോലി ഭാരം കൊണ്ട്. എന്നെക്കൊണ്ട് ചില നേരം പറ്റാതെ വരും. വീട്ടിലെ ടെൻഷനും ജോലിയുടേതാകുമ്പോൾ എനിക്കതിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ശരി ശോഭ, ഞാൻ ശ്രീ ജയേന്ദ്രനിലേക്ക് പോവുകയാണ്. ശ്രീ ജയേന്ദ്രൻ, ഇപ്പോൾ സമരവുമായി ബന്ധപ്പെട്ട് ഉള്ള CPMന്റെ നിലപാട് ഇത് ഒരു രാഷ്ട്രീയ സമരമാണ് എന്നുള്ളതാണല്ലോ. ഈ രാഷ്ട്രീയ സമരം എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിൽ, മുസ്ലിം വിഭാഗത്തിൽ തന്നെ ഏറ്റവും ദുർബലമായ വിഭാഗമെന്ന് പറയാവുന്ന ജമാഅത്തെ ഇസ്ലാമിയും SDP-യും നേതൃത്വം നൽകുന്ന സമരമെന്ന് പറയുക, അങ്ങനെ ഇടത് വിരുദ്ധതയ്ക്ക് വേണ്ടിയുള്ള ഒരു സമരമായി പറയുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സമരത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളുടെ പ്രതികരണമാണോ ഇപ്പോൾ താങ്കൾ കേട്ടത്? അല്ല സ്മൃതി, ഇപ്പോൾ ഈ സഹോദരി പറഞ്ഞതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ അവരുടെ മറുപടിയിൽ താങ്കളുടെ ചോദ്യത്തിന് പറഞ്ഞതിൽ കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും പ്രശ്നത്തിൽ എല്ലാവരും കൂടെ ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. അതേ ഉള്ളൂ അവരുടെ നിലപാട്. ആ നിലപാട് അടിസ്ഥാനപരമായ നിലപാടാണ്. ഇതിൻ്റെ താങ്കളുടെ ഈ ചോദ്യത്തിൽ അതിൻ്റെ കക്ഷി രാഷ്ട്രീയമാണ് വരുന്നത്. അത് CPM സംസ്ഥാന സെക്രട്ടറിക്ക് അറിവ് ഉണ്ടായിരിക്കാം. അതിനെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെയല്ലേ പരിഗണിക്കാൻ പറ്റും. ആ SDP ഉണ്ടോ, ജമാഅത്തെ ഇസ്ലാമി ഉണ്ടോ, SUC പ്രകടമായിട്ടുണ്ട്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എനിക്കും അറിയാം SUC-കാരുണ്ടെന്നുള്ളത്. പക്ഷെ ബാക്കിയുള്ളവരുണ്ടോ എന്നുള്ളത് ഗോവിന്ദമാഷ്ക്ക് അറിയുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറയുന്നത്. പിന്നെ ദാമോദർ പ്രസാദ് എന്നെ നേരിട്ടാണല്ലോ അദ്ദേഹം പറയുന്നത്. ഞാൻ ആശയെന്ന് പറയുന്നത്, ആശമാരെ വളണ്ടിയർ എന്ന് പറയാൻ തെറ്റാണ്.
ഞാനല്ല ശ്രീ ദാമോദർ പ്രസാദ്, അവരുടെ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. താങ്കൾക്കും അറിയാത്തതൊന്നുമല്ലല്ലോ. അപ്പൊ അവരെ സന്നദ്ധ പ്രവർത്തകർ വളണ്ടിയർമാരായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് യൂണിയൻ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആണ്. അത് അതിന്റെ രേഖകളൊക്കെ പരിശോധിക്കാൻ ഇവിടെ പറയേണ്ട കാര്യമില്ല, അതൊക്കെ കിടപ്പുണ്ട്. നമ്മുടെ ഈ ഹലോ കേൾക്കാം കാണാൻ പറ്റുന്നില്ല, കേൾക്കാം. അതൊക്കെ നമ്മുടെ ഇവിടെ വൈദ്യുതി ബന്ധം വിട്ടുപോയതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പം എങ്കിലും അതൊക്കെ കിടക്കുന്നുണ്ട് നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ. ശരി, പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഒരു മിനിറ്റ് ശ്രീജേന്ദ്രൻ, ഇപ്പോൾ വന്ന ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഒറ്റ കാര്യം അല്ല, ഇപ്പൊ ഒറ്റ കാര്യം കൂടെ ഈ സഹോദരിയോട് ചോദിക്കാൻ എനിക്കുള്ളൊരു കാര്യം കൂടെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ സ്മൃതി. എന്റെ അറിവിൽ ഈ ആശമാർ ജോലി ചെയ്യുന്നത് ഒരു മാസത്തിൽ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, JPHN എന്ന വിഭാഗത്തിന്റെ കീഴിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. മാസത്തിൽ 11 ദിവസം ഫീൽഡിലും 4 ദിവസം ക്ലിനിക്കൽ ഡ്യൂട്ടിയുമായിട്ട് 15 ദിവസമാണ് ആശമാർ ഒരു മാസം ജോലി ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു ബോധ്യം. അത് ഞാൻ അങ്ങനെയാണോ എന്നുള്ളത് ഈ സഹോദരിയോട്, ഇപ്പോൾ സമരസമിതി നേതാവാണല്ലോ, ഞാൻ അവരോടൊന്ന് ചോദിക്കാം. എൻ്റെ അറിവിലേക്കായിട്ട് അത് ഈ റിപ്പോർട്ടർ ചാനലിലൂടെ പ്രേക്ഷകരും കേൾക്കുകയാണല്ലോ. അങ്ങനെയാണോ നിങ്ങളുടെ ജോലി എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് മാസത്തിൽ 15 ദിവസമേ ജോലിയുള്ളൂ എന്നാണോ അങ്ങോട്ട് ചോദിക്കുന്നത്? നിങ്ങൾക്ക് ആശയായി ജോലി മാസത്തിൽ 15 ദിവസമേ ഉള്ളൂ? അങ്ങനെയല്ല, 31 ദിവസം ഉണ്ടെങ്കിൽ അല്ല മേഡം, 31 ദിവസം ഉണ്ടെങ്കിൽ 31 ദിവസവും ജോലിയുണ്ട്. അതാണ് ഗൈഡ് ലൈനിൽ പറയുന്ന രൂപത്തിലൊന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നത്. ശ്രീ ഒരു മിനിറ്റ് ഞാൻ അല്ലല്ല ഒരു മിനിറ്റ് ശ്രീ ജയേന്ദ്രൻ, ഇപ്പോൾ വന്ന ഒരു വാർത്ത ഞാൻ പറയാം. ഇപ്പോൾ കേന്ദ്രത്തോടാണ് ചോദിക്കേണ്ടത്, കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യൂ, ഇതാ നഡ്ഡയെ കാണാൻ പോയിരിക്കുന്നു, ഒക്കെ കേട്ടല്ലോ. ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കാൻ നിവേദനം നൽകിയത് 2 സംസ്ഥാനങ്ങളാണ്. പാർലമെന്റിൽ നിന്നുള്ള രേഖയാണ് കേട്ടോ. 2 സംസ്ഥാനങ്ങൾ, UPയും മഹാരാഷ്ട്രയും മാത്രമാണ് ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. ഡീൻ കുര്യാക്കോസ് MPക്ക് കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് നൽകിയ മറുപടിയാണ് പാർലമെന്റിൽ. വ്യക്തമായല്ലോ? അതെ, അല്ല അത് ഇപ്പൊ യൂണിയൻ ഗവൺമെന്റ് തീരുമാനിക്കുന്നത് ഇന്ത്യക്ക് ആകെയാണല്ലോ ബാധകമാവുക. ഈ അപേക്ഷ കൊടുത്ത സംസ്ഥാനം മാത്രമല്ലെന്നുള്ളത് താങ്കൾക്ക് പറയുള്ളതാണല്ലോ. അതായത് ഇവിടെ ഒരു സമരം ചെയ്യുമ്പോൾ ഇവിടെയല്ല അവിടെയാണ് സമരം ചെയ്യേണ്ടതെന്ന് പറയുക, അവിടേക്ക് സമരം ചെയ്യാൻ ഞാനും വരാൻ കൂടെ എന്ന് പറയുക, എന്നിട്ട് അവിടെ ഒരു ആവശ്യമേ ഉന്നയിച്ചിട്ടില്ല. ഇവിടെ ഈ സമരം തുടങ്ങിയപ്പോഴാണല്ലോ ഇവിടെയല്ല അവിടെയാണ് സമരം ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. അവിടെ സമരം ചെയ്യണം എന്നുള്ള ആവശ്യം നേരത്തെ എന്താണ് തോന്നാതിരുന്നത്? അതെ, അവര് പോകുന്നില്ലല്ലോ. അല്ല, അവര് പോകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ആശമാർക്ക് ഇവിടെ തന്നെ നിൽക്കാൻ പൈസ ഇല്ലെന്നേ. ഈ പറയുന്ന പാട്ടപ്പിരിവ്, ഈ അധിക്ഷേപിക്കുന്ന പാട്ടപ്പിരിവിലൂടെയാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് അവിടെ സമരവേദിയിൽ. അതെ, അല്ല, താങ്കൾ ചോദിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടാണെങ്കിൽ അതുകൂടെ പറയണമല്ലോ. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഓണറേറിയം കൂട്ടുക എന്നുള്ള നിലപാട് സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ഇല്ല എന്നാണ് ഞാൻ ഇന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അതേസമയം കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് കൂട്ടുകയാണെങ്കിൽ ആനുപാതികമായി ഓണറേറിയം കൂട്ടും, ഇൻസെന്റീവും കൂട്ടാൻ തീരുമാനമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതെ, മുഖ്യമന്ത്രി അതാണ് പറഞ്ഞത്, LDF യോഗത്തിലും അതാണ് പറഞ്ഞത്. അവിടെ കൂട്ടിയാൽ ആനുപാതികമായി ഇവിടെ കൂട്ടാം, അവിടുന്ന് ഒരു ഉന്തു വന്നാൽ ഇവിടുന്ന് ഒരു തള്ളുണ്ടാകും. അതാണ് പ്രിന്റു. ഇനി ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ആത്മാർത്ഥത തെളിയിക്കണം. കേന്ദ്രം എന്താ ആത്മാർത്ഥതയാണ് തെളിയിക്കാൻ പോകുന്നത്? ഇൻസെന്റീവ് കൂട്ടും എന്ന് പറയുമ്പോൾ എത്ര കൂട്ടും? അവിടെ കൂട്ടുന്നതിനനുസരിച്ചാണ് ഇവിടെയും ആനുപാതികമായി. അല്ല, കേന്ദ്രം പറഞ്ഞല്ലോ നമ്മളുടെ ആനുപാതികമായി കേന്ദ്രം കൂട്ടുമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ടല്ലോ മേഡം. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഇവരുടെ ജീവിത നിലവാരം ഉയർത്താൻ, ഇവരുടെ നിത്യച്ചെലവുകൾ മുന്നോട്ട് പോകാനുള്ള സംവിധാനമായിട്ട് കാണുന്നത് ഓണറേറിയമാണ്. നിങ്ങളത് മനസ്സിലാക്കുക. ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് പോലെ 25,000-ഓ 50,000-ഓ നൽകുക എന്നുള്ളതല്ല. ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു സംഖ്യ അത് അവർക്ക് ലഭിക്കുന്നുണ്ട്. ഓണറേറിയമാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. നിങ്ങൾ ഓണറേറിയം വർദ്ധിപ്പിക്കണം. കാരണം ഓണറേറിയം വർദ്ധിപ്പിക്കണം, സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടാണ് ഇവർ രാവും പകലും പ്രവർത്തിക്കുന്നത്. ഇപ്പം ജയേന്ദ്ര സാർ പറഞ്ഞ 15 ദിവസമല്ല സാർ, സാംക്രമിക രോഗികളായിട്ടുള്ള ഒരാൾ ഉണ്ടെങ്കിൽ അവരുടെ ഡേ ടു ഡേ അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തണം, അവർ തൊട്ടപ്പുറത്തുള്ള വീടുകൾ വിലയിരുത്തണം. അവരുടെ പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. 30 ദിവസവും അവർക്ക് തികയില്ല. അങ്ങനെയുള്ള പ്രവർത്തനമാണ് അവർ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ പുരോഗതി, ഇപ്പം നമ്മൾ പറയാറുണ്ടല്ലോ കേരളത്തിൻ്റെ ആരോഗ്യ പുരോഗതിയിൽ നമ്മൾ 1ാം സ്ഥാനത്താണെന്ന്. അങ്ങനെ 1ാം സ്ഥാനത്ത്
ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ഈ ആശാവർക്കർമാരാണ്. അപ്പോൾ ആ പ്രവർത്തനത്തെ നമ്മൾ കണ്ടില്ല എന്നെങ്ങനെയാണ് നടിക്കാൻ സാധിക്കുക? ഓണറേറിയം വർദ്ധിപ്പിച്ചല്ലോ. ഇപ്പോൾ ആന്ധ്ര സർക്കാർ 10,000 രൂപ ആക്കിയല്ലോ. സിക്കിം അതോടൊപ്പം തന്നെ ഇവരുടെ 62 വയസ്സെന്ന് പറയുന്നത് ഇവരുടെ ന്യായമായ ഒരു അവകാശമാണ്. ആ അവകാശത്തിന് എന്തിനാണ് ഇവർ പിന്തിരിഞ്ഞു നിൽക്കുന്നത്? അപ്പോൾ ഇവിടെ തൊഴിലാളി വർഗത്തിൻ്റെ പേരിൽ അധികാരത്തിൽ വന്ന സർക്കാർ ഇവർക്ക് ആശാവർക്കർമാർക്ക് മറ്റൊരു പണിയും കൂടിയുണ്ട്. ഈ ആശാവർക്കർമാർക്ക് നമ്മളുടെ ഈ ആരോഗ്യ സേവനം മാത്രമല്ല, CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനം നടക്കുന്ന സമയത്ത് ആളുകൾ എത്തിക്കണം. CPM-ന്റെ പ്രാദേശികമായിട്ടുള്ള ഏതെങ്കിലും ഘടകങ്ങളുടെ സമ്മേളനം ഉണ്ടെങ്കിൽ അവിടേക്ക് പോകണം. അവിടുത്തെ ഭീഷണി വകവയ്ക്കാതെ. കാരണം കഴിഞ്ഞ ഇലക്ഷനകത്ത് ഈ 21,000 രൂപ നൽകാമെന്ന ഉറപ്പിന്റെ പുറത്താണ് 25,000 പേരിൽ 21,000 പേരെയും ഇവർ CITUവിൽ അംഗങ്ങളാക്കി മാറ്റിയത്. നമ്മൾ മനസ്സിലാക്കണം. ഇവർ പറയാനല്ലോ ഏറ്റവും വലിയ സംഘടന ഞങ്ങളാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ ആശാ വർക്കർമാരായിട്ടുള്ള മുഴുവൻ ആളുകളെയും ഒരക്ഷരം മിണ്ടാതെ ഈ ഇടതുപക്ഷ സർക്കാർ പറയുന്നത് കേട്ട് പഞ്ചപുച്ഛമടക്കിക്കൊണ്ട് നിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് 21,000 പേരെയും നിർത്തുന്നത്. പക്ഷേ ഇവർ സമരം നടത്തിയപ്പോൾ അതിൻ്റെ ആനുകൂല്യം 25,000 പേർക്കും കിട്ടി. അപ്പം നോക്ക്, കേരളത്തിലെ ഈ സ്ത്രീ സമൂഹത്തിനോടുള്ള ഇവരുടെ അതുകൂടി നമ്മൾ പറയണല്ലോ. ആശാ വർക്കർമാരുടെ സമരം മാത്രമല്ല, ഒരു സമരത്തെ ഏറ്റെടുത്തുകൊണ്ട് ഒരു പറ്റം അമ്മമാർ മുന്നോട്ട് വന്നപ്പോൾ ഏതൊക്കെ രീതിയിലാണ് അവരെ അപമാനിക്കാൻ ശ്രമിച്ചത് അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം മഴവിൽ സഖ്യം എന്ന് പറഞ്ഞുകൊണ്ട് അപമാനിക്കുന്നു. കഴിഞ്ഞ ദിവസം വേറൊരു പൊളിറ്റ് ബ്യൂറോ മെമ്പർ പറഞ്ഞത് 500 രൂപയും അതോടൊപ്പം തന്നെ ചോറും കൊടുത്തു കഴിഞ്ഞാൽ വരുന്നവരാണ് വരുന്നത്. അങ്ങനെ വരെ CPM ഭരിച്ച് കുളമാക്കിയിട്ടുള്ള ബംഗാളികളല്ല മലയാളികൾ. അതെ അങ്ങനെ വരാൻ വേണ്ടി ബംഗാളികളല്ല മലയാളികളാണ്. പ്രബുദ്ധരായിട്ടുള്ള മലയാളികളെ മുഴുവനാണ് കൊഞ്ഞനം കുത്തുന്നത് ഇവിടെ വിജയരാഘവൻ വന്നിട്ട്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ അപമാനിക്കുന്നു. ഓണറേറിയം കൂട്ടാൻ ആലോചനയില്ലെന്നാണ് അദ്ദേഹത്തിന് കിട്ടിയ വിവരം. അതായത് ഈ സമരം കൊണ്ട് ആശമാരുടെ സമരം 40 ഇനി അത് 50 ദിവസമായാലും ഓണറേറിയം കൂട്ടില്ല. അതൊരു നിലപാടാണ്, തീരുമാനമാണ്. അല്ല, അത് നിലപാടും തീരുമാനമൊക്കെ ഇങ്ങനെ എടുക്കാമല്ലോ. അധികാരത്തിന് ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്ന സമയത്ത് പല തീരുമാനമെടുക്കും. പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം ഇന്ന് മനസ്സിലാക്കേണ്ടത്, നിപ്പ, കോവിഡ്, ഇതൊന്നും പോലെ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷേ ആരോഗ്യരംഗം നമുക്കറിയാം ഒരു പ്രതിസന്ധി എപ്പോഴും അത്തരം കാര്യം നേരിടാൻ തയ്യാറായി നിൽക്കുന്നതിനെ കുറിച്ച് സൂചന കൂടിയാണ് കോവിഡ് നിപ്പയും നൽകിയത്. അതിൽ ഏറ്റവും മുൻനിര പ്രവർത്തകരാണ് ആശാ. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നാളെ ഒരു ഭാവിയിലെ ഭീഷണിയിലും നമ്മളെ സഹായിക്കേണ്ട, നമ്മൾ ആശ്രയിക്കേണ്ട സമൂഹമാണ് ഈ അടിസ്ഥാന ജനവിഭാഗം ആശാവർക്കർമാർ. ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഈ മസിൽപിടുത്തവും ഈ രാഷ്ട്രീയ കളികളും അതുപോലെ തന്നെ അധിക്ഷേപം ചൊരിയലും ഈ ആശാവർക്കർമാർ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ഇനി മൂന്നാം ഭരണമാണോ അതോ ഇനി അങ്ങോട്ടില്ലേ എന്നതിലും അവർക്ക് തീരുമാനമെടുക്കാനാകും. അത്രയ്ക്ക് ചുരുക്കി കാണാൻ കഴിയില്ല ഈ സമരത്തെ എന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എസ് മിനി, ശോഭ, ഒപ്പം തന്നെ M ജയചന്ദ്രൻ, പ്രിൻറ്റു മഹാദേവ്, ദാമോദർ പ്രസാദ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.